ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ റെലവൻസ് ഓഫ് യോഗ ഇൻ ഹെൽത്ത് ആൻഡ് ഹീലിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ വൃന്ദാമാധവൻ നടത്തിയ പഠന ക്ലാസ്സിൽ നിന്ന് യോഗ എന്ന് എഗെയിൻ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് പഴയ വീഞ്ഞാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനം. ഓക്കെ, യു വിൽ ഫോൾ ഇൻ ലവ്. പക്ഷെ നമുക്കിത് ക്ലാസ് തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയണമല്ലോ. വാട്ട് ഇസ് യോഗ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ വാട്ട് ഇസ് യോഗ എന്ന്? ഇത് നമുക്കൊരു ഡിസ്കസ് ചെയ്ത് ക്ലാസ് മനസ്സിലാക്കാം. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ആരോഗ്യം തീരും. ഞാൻ 2 ഇടിയപ്പം മാത്രമേ രാവിലെ തിന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് വാട്ട് നോർമലി പീപ്പിൾ തിങ്ക് യോഗ ഇസ്, അങ്ങനെ തുടങ്ങാം. ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാമോ? അപ്പൊ എനർജി ഒരുപാട് പോകും നമ്മളിങ്ങനെ മസിൽ പിടിച്ചാലേ. ആ മസിൽ പിടിക്കാനുള്ള എനർജി വേണ്ടേ? യോഗ ചിത്തവൃത്തി നിരോധ. ആർക്കെന്ത് മനസ്സിലായി? ക്ലാസ് ഡോക്ടർ പാസ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നോളൂ. പറഞ്ഞോളൂ. നല്ല ലൈവ് ക്ലാസ് ആക്കാം. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉറക്കം തോന്നുന്ന ക്ലാസ് ആണ്. യോഗയത് ആയുർവേദം അത്. സംസ്കൃതം നിഹി ചഹിയെ. നമുക്ക് വേറെ നിങ്ങൾ സാധാരണ മലയാളത്തിൽ പറയാമെങ്കിൽ എളുപ്പമായി. യോഗ ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും കൂടി പറഞ്ഞിരണം. സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷ. അതാണ് യോഗ ചിത്തവൃത്തി നിരോധ. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ശ്ലോകം മനസ്സിലാവണം. നല്ല ഭംഗിയാട്ടോ ശ്ലോകത്തില്. അതിൽ 4 വേർഡ്സ് ആണ്: യോഗ ചിത്ത വൃത്തി നിരോധ. അതൊരു ഡെഫിനേഷൻ ആട്ടോ. ഡോക്ടർ പറഞ്ഞു ഭയങ്കര ക്യൂട്ടാണ്. എന്താണെന്നാ പറയുന്നത് കേട്ടോ. ചിത്തം. എന്താണ് ചിത്തം? എന്തായിരിക്കും ചിത്തം? മൈക്കൊന്നും വേണ്ട, പറഞ്ഞോളൂ. എന്തായിരിക്കും ചിത്തം? ആയുർവേദക്കാർക്ക് അറിയേണ്ടതാണ്. അതാണ്, അവിടെയാണ് പ്രശ്നം. ഓക്കെ, നമ്മുടെ മനസ്സിലാക്കൽ ഭയങ്കര ചുരുങ്ങിപ്പോയി അല്ലേ? ഭയങ്കര ചുരുങ്ങിപ്പോയി. കടലിനെ കണ്ടിട്ട് അതാണ് വെള്ളം എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, ചുരുക്കരുത്. ചിത്തം ഇസ് എ ലാർജർ വേർഷൻ. കോൺഷ്യസ്നെസ് ആണ് ചിത്തം. ഇറ്റ് ഇസ് നോട്ട് മൈൻഡ്. കോൺഷ്യസ്നെസ്സിന് ചെറിയൊരു ഫാക്കൽറ്റി മാത്രമാണ് മൈൻഡ്. കോൺഷ്യസ്നെസ് ഓൾ പെർവേഡിങ് ബ്രഹ്മൻ. ഓക്കെ, വൃത്തി. എന്താണ് വൃത്തി? ചിത്തവൃത്തി നിരോധ. ചിത്തത്തിന്റെ വൃത്തിനെ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ യോഗ സംഭവിക്കുന്നുള്ളൂ. വാട്ട് ഈസ് വൃത്തി? വൃത്തി ഈസ് നോട്ട് കർമ്മ. വൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫങ്ഷൻസ്. അതിന്റെ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. വൃത്തീസ് ആർ. ചിത്തവൃത്തി എന്ന് പറയുന്നത് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ എവിടെയോ ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് വൃത്തി. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എത്ര ആളുണ്ട്? 1 2 3 4 5 6 7 7 3 20 25 ആൾക്കാർ ഇവിടെ ഉണ്ട്. 25 കാര്യങ്ങളാണ് എന്നെ കുറിച്ച് മനസ്സിൽ ഓടുന്നത്. There are 25 types of അഭിപ്രായം going on here about me. ഞാൻ പറയുന്നത് സെയിം വേർഡ്സ് ആണ് എല്ലാരും കേൾക്കുന്നതെങ്കിലും 25 മതങ്ങളാണ് ഇവിടെ ഈ റൂമിന്റെ ഉള്ളിൽ, ഈ 4 ചുവരുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ പറയുമ്പം ഈ ഡോക്ടർ പോരല്ലോ, നീളം കുറവാണല്ലോ, ഭാഷയ്ക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് മതങ്ങളെ. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ഇതൊക്കെ ഒരു ഇംപ്രഷൻസ് മൈൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇംപ്രഷൻസ് എന്ന് പറയാം. ഓക്കെ, ആ ഇംപ്രഷൻസിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. അതായത് ഒരു കാറ്റടിച്ചു, അപ്പൊ തന്നെ മൈൻഡ് ഓപ്പൺ, കോൺഷ്യസ്നെസ് ഓപ്പൺസ്, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം. ഒരാളെ കണ്ടു, അപ്പൊ തന്നെ ഒരു അഭിപ്രായം. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കോസിങ് എൻ ഇംപ്രഷൻ ഇൻ ദ മൈൻഡ്. അതാണ് വൃത്തി. ഇംപ്രഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇംപ്രഷൻസ്, ഈ പറയുന്ന ഇംപ്രഷൻസ് മനസ്സിലുണ്ടാവാറില്ലേ? ഉണ്ടാവും. ഇല്ലാതാക്കണമെങ്കിലോ എങ്ങനെ ഉണ്ടാവുന്നത്? കണ്ണും കാതും ത്വക്കും മൂക്കും നാക്കും ഒക്കെ ഓപ്പൺ ആണെങ്കിൽ ഈ ഇംപ്രഷൻസ് ഉണ്ടാവും. കണ്ണടച്ചു വെച്ചാലോ എന്തെങ്കിലും കേൾക്കും, അപ്പൊ തന്നെ ഇംപ്രഷൻസ് മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ ഓരോരോ എന്താ പറയാ സെൻസ് ഓർഗൻസിലെ കൂടി കിട്ടിയിട്ട് നമുക്കുള്ള ഒരു ഇംപ്രഷൻ, നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് വൃത്തി.
അതിനെ നിരോധിക്കണം എന്നാണ് യോഗ പറയുന്നത്. അപ്പോഴാണ് ആ യോഗ സംഭവിക്കുന്നത്. അതായത് കണ്ടതിന്റെ പിന്നാലെ ഓടാതെ, കേട്ടതിന്റെ പിന്നാലെ ഓടാതെ, ഓക്കെ, ഓടുക എന്ന് പറഞ്ഞാൽ നോട്ട് ലിറ്ററലി ഓടുക, മനസ്സ് അല്ലെ, നമ്മൾ ഒന്ന് കണ്ടു, അതെന്താണാവോ അങ്ങനെ നിൽക്കുന്നത്, പിന്നെ അടുത്തതിലേക്ക് ഒരാൾ അവിടെ ഭക്ഷണം എന്തോ നോക്കുന്നുണ്ട്, എന്തായിരിക്കും അതിന്റെ അകത്ത് ഭക്ഷണം, എന്തായിരിക്കും, എരിവുണ്ടാവോ, പുളി ഉണ്ടാവോ, നോൺ വെജ് ആണോ, വെജിറ്റേറിയൻ, ഇറ്റ് ഗോസ് ഓൺ. ഇംപ്രഷൻസ് വാലെ 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 പിടിച്ച് അങ്ങോട്ട് അങ്ങ് പോകും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇതൊക്കെ മനസ്സിലായി. അങ്ങനെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട് കേട്ടോ, യോഗയുടെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അത് നല്ല വെറൈറ്റി ഡെഫിനേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ യോഗ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. നമുക്ക് സോഴ്സ് എന്താ, നമ്മളിപ്പോ ആയുർവേദക്കാരായിരിക്കും, നമുക്ക് സോഴ്സ് ഒന്ന് സ്വസ്ഥവൃത്തിയിൽ പഠിച്ച യോഗ. പിന്നെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് അല്ലെ, നമ്മൾ ഇങ്ങനത്തെ ഒരുപാട്, നമുക്ക് എത്രത്തോളം ഈ ഇതൊക്കെ റിലൈ ചെയ്യാൻ പറ്റും, ഈ പറയുന്നതൊക്കെ. ഹോട്ട് യോഗ, ചെയർ യോഗ, ഇതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഫേസ് യോഗ, ഇതൊന്നും ശാസ്ത്രത്തിൽ പറയാത്ത കാര്യങ്ങളായിരുന്നു. ഇത് പേറ്റന്റഡ് ആണ്. ഓരോരാള് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ യോഗയാണ്. മോശമല്ല കേട്ടോ, എല്ലാം നല്ല തന്നെ. ഞാൻ പറഞ്ഞ പോലെ പുതിയ പാക്കിംഗ് ആണത്. പക്ഷെ ആദ്യം ശാസ്ത്രം അറിയണം അല്ലെ. ശാസ്ത്രത്തിന്റെ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിലും ശാസ്ത്രം അറിയണമല്ലോ. അപ്പോ ശാസ്ത്രത്തിൽ എന്താണുള്ളത് എന്നുള്ളത് നോക്കാം. ലെറ്റ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കോമൺ മാൻ അല്ല നമ്മള്, വി ആർ ദ ഹീലേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിങ്ങനെ വന്നത്. ഓക്കെ, നമുക്കറിയേണ്ടത് യോഗ തെറാപ്പിയാണ്. നമുക്കിങ്ങനെ ഓരോ എന്താ പറയാ സമാധിയിലേക്ക് പോകാനല്ല നമ്മള് യോഗ പഠിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആവാം. ഓക്കെ, സമാധിയിലേക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആവാം. നമ്മളിപ്പോ ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വാണ്ട്സ് ടു ഹീൽ. നമ്മൾ ഹീലേഴ്സ് ആണ്, മരുന്ന് കൊടുക്കുന്ന ആൾക്കാരല്ല കേട്ടോ, നമ്മൾ ഫാർമസിസ്റ്റ് അല്ല. വി ആർ ഹീലേഴ്സ് ഓൾ ടുഗെദർ. ഇറ്റ്സ് ഒരു ഗ്രേറ്റർ വേർഷൻ ആണ് ഹീലേഴ്സ് എന്ന് പറയുമ്പോൾ. സോ ഹീലിംഗിന് ഒരു വലിയൊരു ഡെഫിനിഷൻ ആണ് ഉള്ളത്. ഓക്കെ, അത് പ്രിവെന്റീവ് ആയിരിക്കണം, ക്യൂറേറ്റീവ് ആയിരിക്കണം, പ്രൊമോട്ടീവ് ആയിരിക്കണം. ആയുർവേദം പറയുന്നത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ആയുർവേദം പറയുന്ന സാധനം തന്നെയാണ് ഈ മൂന്നെണ്ണം. പ്രിവെന്റീവ് മെഡിസിൻ നമുക്കുണ്ട്. യോഗ ക്യാൻ പ്രിവെന്റ് ദ ഡിസീസസ്. ക്യൂറേറ്റീവ്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ യോഗയിലെ കൂടി ട്രീറ്റ് ചെയ്യുക, അതാണ് ക്യൂറേറ്റീവ്. ദാറ്റ് ഇസ് യോഗ തെറാപ്പി. യോഗ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേം ഒരു ശ്ലോകത്തിലും ഇല്ല. പക്ഷെ ശ്ലോകങ്ങളില് ഇത് ഈ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്, പ്രിവെന്റീവ് ആയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്, പ്രൊമോട്ടീവ് ആയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. വാട്ട് ഇസ് പ്രൊമോഷൻ? ഹെൽത്ത് പ്രൊമോഷൻ. അതായത് ഇപ്പം തിരക്കേടില്ലാതെ ഞാനുണ്ട്, ഇനിയിപ്പോ മുന്നോട്ട് പോകുന്നവരും റിവേഴ്സ് ഗിയറിലേക്കാണല്ലോ പോകുന്നത്. അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിവേഴ്സ് ഗിയറിൽ പോവാതെ ആ ന്യൂട്രൽ തന്നെ കുറച്ചും കൂടി ഞാൻ അങ്ങോട്ട് മുന്നേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ സക്സസ്. ഓക്കെ, അപ്പം എന്താണ് യോഗ? യോഗയിൽ എന്താ പറയുന്നത്? വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി? നമ്മൾ ഈ പറയുന്ന പോലെ ചിത്തവൃത്തി നിരോധയും അല്ലെങ്കിൽ മനസ്സിനെ ശാന്താക്കുക, പിന്നെ കാംനെസ് ഓഫ്, ആരോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാംനെസ് ഓഫ് ദ മൈൻഡ്. ഓക്കെ, അറിയാം. ഒന്ന് മൈൻഡ് തൊട്ട് കാണിച്ചു തരാമോ? ഇത് ഞാൻ ടീച്ചറും നിങ്ങൾ സ്റ്റുഡന്റും അല്ല കേട്ടോ, ഒരു ഇന്ററാക്ഷന് വേണ്ടിട്ട്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോ. അത് എന്റെ കുറ്റോ യോഗയുടെ കുറ്റോ ഒന്നും അല്ല. അത് ക്ലാസ് ഇസ് വെരി ഡ്രൈ. എന്താണ്, എവിടെയാണ് മനസ്സ്? നമുക്കെല്ലാം തൊട്ട് കാണിക്കാൻ എന്താണ്, നമ്മൾ യുക്തിവാദികളാണ് നമ്മൾ അല്ലെ. സോ മനസ്സ്, എല്ലാവരും അവരുടെ മനസ്സിനെ ഒന്ന് തൊട്ട് കാണിച്ചേ. എല്ലാവരും തൊട്ട് കാണിക്കണം. മനസ്സുണ്ടെങ്കിൽ തൊട്ട് കാണിക്കണം. ആൻഡ് കീപ് ദ ഹാൻഡ് ദേർ. സർ, സാറിന് മനസ്സില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഹൗ ക്യാൻ വി പോയിന്റ് ഔട്ട്? അപ്പൊ കൈ താഴ്ത്തി, ഇങ്ങനെ വെച്ചവരൊക്കെ കൈ താഴ്ത്തി. സാറ് പറഞ്ഞല്ലേ, അപ്പൊ ഇത് തെറ്റായിരിക്കില്ലേ പെട്ടെന്ന്. ഓക്കെ ഓക്കെ, യു ആർ തിങ്കിങ്. ഓക്കെ, ഫൈൻ, ശരി ശരി ശരി. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നവരുണ്ട് എന്റെ ക്ലാസ്സിൽ. നോർമൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നവരുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മനസ്സുണ്ടോ? ഉണ്ട്. അത് ഷുവർ ആണ്, മനസ്സുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ അത് ഇവിടെയാണോ? ആണല്ലോ. ഇവിടെയാണോ? യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഒന്ന് കാലിന്റെ അടിയിൽ ഒരു മുള്ളു കുത്തിയാൽ മനസ്സിലാവുന്നുണ്ടോ? കാലിന്റെ അടിയിൽ ഒരു മുള്ളു കൊണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എൻ ഓൾ പെർവേഡിങ് ഇന്റലക്ട്. മനസ്സ് എന്ന് പറയുന്നത് ഓൾ പെർവേഡിങ് ഇന്റലക്ട് ആണ്. ആ ഒരു ഏത് ഏരിയ, നമ്മുടെ തല എവിടെയാണെങ്കിലും, തല മുതൽ കാല് വരെ എവിടെയെങ്കിലും ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് മനസ്സാണ്. ഓക്കെ, അപ്പോ യോഗയില് നമ്മുടെ ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റസിലാണ് നിൽക്കുന്നത്.
ഇപ്പൊ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇപ്പൊ ഇന്നത്തെ നമ്മൾ ഇടുന്നത് പോലെ നമ്മൾ ഇപ്പൊ തൽക്കാലം ഈ ഒരു ഏജിൽ ഇത്ര കാലം ജീവിച്ചതിനനുസരിച്ച് ഒരു എക്സ്പീരിയൻസിന്റെ വാല്യൂ വെച്ചുകൊണ്ട് നമ്മള് ഒരു സ്റ്റേറ്റസിലാണ് ഉള്ളത്. ഓക്കെ, ആ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അതിന് പരിമിതികളുള്ള ഒരു സ്റ്റേറ്റസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ആരും, ഞാൻ താഴെ ഇറങ്ങിയവരെ. ഓക്കെ, സ്റ്റേറ്റസ് എന്താണെന്നറിയോ? നമുക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കേൾക്കുന്നത് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സിന്റെ ഇടയിലാണ് കേൾവി, അല്ലേ? അത് നമ്മുടെ കേൾവി ശക്തിയല്ല, കേൾവിന്റെ പരിമിതിയാണ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ കേൾവിയുടെ ഒരു പരിമിതിയാണ് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സിന്റെ ഇടയിൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. കഴിവ് കേടാണത്. പട്ടികൾക്കും പൂച്ചകൾക്കും they are better off. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്റെ പറ്റുന്നതിനേക്കാളും കുറവായിരിക്കുമ്പോഴാണ് അവരുടെ കഴിവുകേട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? എനിക്കത് പറ്റുന്നുണ്ടല്ലോ, അവർക്കത് പറ്റുന്നില്ല. സോ ഐ ആം ദ സ്റ്റാൻഡേർഡ്. എപ്പോഴും ആരുടെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോഴും ഐ ആം ദ നോർമൽ സ്റ്റാൻഡേർഡ്. ബാക്കിയുള്ളവൻ അതിനേക്കാളും വലുതാണോ ചെറുതാണോ എന്ന് ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്നിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ഓക്കെയാണോ? ഏറ്റവും പരിമിതികളുള്ള മനുഷ്യന്മാരാണ്. എല്ലാ കാഴ്ചയും കേൾവിയും ഓക്കെ, നമ്മുടെ സ്കിൻ സെൻസേഷൻ ആണെങ്കിലും നമ്മൾ എന്താണെങ്കിലും നമുക്കെല്ലാം ഫ്രം ഹിയർ ടു ഹിയർ. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റേറ്റസ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ്. ജീവിതം 100 കൊല്ലം ജീവിക്കാം, ഒരു മാക്സിമം ഒരു 110 കൊല്ലം ജീവിക്കാം. അതിന്റെ അപ്പുറം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിഥിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റസ് ആസ് ഹ്യൂമൻ ബീങ്. അപ്പൊ യോഗ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റസിനെ നമുക്ക് ബെറ്റർ ആക്കാം. എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു അവയർനെസ് സ്റ്റേറ്റിനെ ബെറ്റർ ആക്കുകയാണ് യോഗ. അത് ഒരുപാട് 10, 20, 25 ഡെഫിനിഷൻസ് ഉണ്ട് യോഗക്ക്. യോഗ വാസിഷ്ഠം പറഞ്ഞത്, ഭഗവത്ഗീത പറഞ്ഞത്, പാതഞ്ജലി യോഗസൂത്രം പറഞ്ഞത്, അങ്ങനെ പല തരത്തില് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെയൊക്കെ സത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവയർനെസ്സിനെ ഒന്നുകൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹൗ അവെയർ ആർ വി, അതൊന്ന് നോക്കണ്ടേ? നമ്മൾ എത്രത്തോളം അവെയർ ആണ് ഇപ്പം? പറയൂ, ഹൗ അവെയർ ആർ വി? നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ചുറ്റും നടക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ വന്ന വഴിയില് എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു? കണ്ണിന്റെ മുന്നിൽ എന്തൊക്കെ ബന്ധപ്പെട്ടു? അതിൽ എത്രത്തോളം നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി? എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി? ഒരു ശതമാനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ശതമാനം ആലോചിക്കുകയാണെങ്കിൽ ഒരു 10% പോലും, നമ്മൾ ചുറ്റും നടക്കുന്ന ഒരു 10% പോലും നമ്മുടെ അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അവെയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ചെറിയൊരു ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? ഒരുപാട് അറിയാൻ പറ്റും. ഈ അവെയർനെസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ് യോഗയുടെ കോൺസെപ്റ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ്. അതിന് പല വഴികളുണ്ട് കേട്ടോ. ഒരുപാട് ടൂൾസ് ഉണ്ട്. കത്തിയുണ്ട്, വാളുണ്ട്, പെൻ നൈഫ് ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അങ്ങനെ പല ടൂൾസും നമുക്ക് യോഗക്ക് ഉണ്ട്. ഈ അവെയർനെസ്സിനെ നന്നാക്കാം, ബോധതലത്തെ ഒന്നുകൂടി 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് മേലെ അങ്ങ് കയറ്റി വെക്കാം എന്നുള്ളതാണ്. ബോധം ഉണ്ടോ? അതന്നെ ഭയങ്കരമാണ്. അങ്ങനെയല്ല, മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് വൈ വിശേഷഖ്യാതി എന്ന് പറയും. വിഖ്യാതി, വിശേഷഖ്യാതി മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ്. മൃഗങ്ങൾക്കൊന്നുമില്ല ഇത്. ആ ഒരു അതീന്ദ്രിയ കഴിവിലേക്ക് പോകാനുള്ള ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സാധനം മനുഷ്യന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് യോഗ മനുഷ്യന്മാർക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഇസ് ജ്ഞാനയോഗ. അതായത് യോഗയുടെ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം യു വിൽ ബി ലിറ്റിൽ ഡിഫറെന്റ് ഇൻ അവെയർനെസ്. ഒരു മർമ്മം പഠിച്ച ആളുടെ പ്രശ്നം എന്താണെന്നറിയോ? എന്താ? ഒരു 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 പശു, കാളയോ വോട്ടവർ മേയ്ക്കാൻ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അടിക്കാൻ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ എന്താ? എല്ലാം മർമ്മമാണ്. എവിടെ അടിക്കുക? മർമ്മം ഇല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ അടിക്കുക? എല്ലാം മർമ്മമാണ്.
അപ്പൊ ഒരു ദ്രവ്യഗുണം പഠിച്ച ആൾക്ക് കാട് വെട്ടാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാ കാട് വെട്ടാൻ. എല്ലാം മെഡിസിൻസ് ആണ്. എങ്ങനെ കാട് വെട്ടാം? അപ്പൊ ഇത്തിരി അറിവില്ലായ്മയും ഉപകാരമാവും കേട്ടോ. അപ്പൊ അവയർനെസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഭയങ്കരമായിട്ടൊരു സന്തോഷം വരും. ബിക്കോസ് ദാറ്റ് സോൾ, ദാറ്റ് സ്പിരിറ്റ് ഇസ് ദ മോസ്റ്റ് ഡിവൈൻ. നമുക്ക് നോക്കിയിട്ട് പോലും നമ്മൾ ഒരാളെ പേടിപ്പിക്കുകയോ നിന്ദിക്കുകയോ ഇല്ല. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഡിവൈൻ ഗോഡ് ഹിംസെൽഫ് എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് വരും. ഓക്കെ ഓക്കെ അഗൈൻ കമ്മിങ് ബാക്ക് ടു യോഗ തെറാപ്പി. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, കുറെ ബുക്സ് ഉണ്ട്. ഫസ്റ്റ് വിൽ ബി പാതഞ്ജല യോഗസൂത്ര, പതഞ്ജലി മഹർഷി എഴുതിയത്. ഖേരണ്ട സംഹിത, ഖേരണ്ട മഹർഷി എഴുതിയത്. സ്വാത്മാരാമൻ എഴുതിയത് ഹഠയോഗ പ്രദീപിക. അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ രീതികൾ വ്യത്യാസം. അതായത് നല്ല രീതിയിൽ പറയുന്നതും ദേഷ്യപ്പെട്ട് പറയുന്നതും അടിച്ച് ശരിയാക്കുന്നതും ഓക്കെ, അത് മുന്നിൽ വരുന്ന ആൾ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ടാണ്. ഇതിപ്പോ മയത്തി പറഞ്ഞ് നടക്കുമോ? അങ്ങനെ മയത്തി പറയാം. ഓക്കെ, അല്ല ഇനി കുറച്ചൊരു 2-3 പ്രയോഗങ്ങളൊക്കെ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നാ അങ്ങനെ. എന്തായാലും യോഗ പഠിക്കണം. അപ്പൊ ഞാൻ ഈ യോഗശാസ്ത്രത്തില് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഖേരണ്ട സംഹിതയാണ്. അപ്പം ഖേരണ്ടൻ ആദ്യം പറയുന്നത്, ഖേരണ്ട മഹർഷി ആദ്യം പറയുന്നത്, നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് മലിനമായിട്ടുണ്ട്. മലാമൂലം മലാകുലാസു നാഡീഷു എന്ന് പറയുന്നുണ്ട്. അതായത് നാഡികൾ മൊത്തം മലം നിറഞ്ഞിരിക്കുക ആണോ? നമ്മുടെ നാഡികൾ മലം നിറഞ്ഞിരിക്കുകയാണോ? എന്റെയൊക്കെ നല്ല ഭംഗിയുള്ളതാ, നല്ല ക്ലീനാ ആണ്. ആയിരിക്കോ? എന്തായിരിക്കും കാരണം? ദ ലൈഫ് സ്റ്റൈൽ വി ഹാഡ്, ദ ഫുഡ് വി ഈറ്റ്, ദ തോട്ട്സ് വി ഹാഡ്, പിന്നെ എന്താ പറയാ, നമ്മള് ജീവിച്ച രീതി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഓൾ ദീസ് ഹാവ് കോസ്ഡ് മലാസ് ഇൻസൈഡ് അവർ ബോഡി. നാഡീസ് എന്തും ആവാം. ഏതിലെങ്കിലും ഒരു ഒഴുക്ക് ഉണ്ടെങ്കിൽ, ഒരു പൈപ്പിലെ കൂടി ഒഴുകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാഡിയാണ്. So it can be nervous system, it could be respiratory system, it could be digestive system, or it could be airways, whatever it is. ഏതെങ്കിലും ഒരു ട്യൂബിലെ കൂടി എന്തെങ്കിലും ഒന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ, if it is being transferred from one place to the other, then it is നാഡി. ആ നാഡികളിൽ ഈ സാർ പറഞ്ഞ പോലെ സ്ട്രക്ചറിലേ ചിലപ്പോൾ നമ്മൾക്ക് കാണില്ലായിരിക്കാം, പക്ഷെ അതിലൊക്കെ മലങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ശ്ലോകം പറയുന്നത്, മലാകുലാസു നാഡീഷു മാരുതം നൈവ ഗച്ഛതി എന്നാണ് പറയുന്നത്. അതിലെ കൂടി മാരുതൻ, പ്രാണൻ പോവില്ല മക്കളെ എന്നാണ്. പോവില്ല. അപ്പോ ഉണ്ടോ, പ്രാണൻ അവിടെ കിടന്നോട്ടെ. ഓക്കെ, മലാകുലാസു നാഡീഷു മാരുതം നൈവ ഗച്ഛതി. ഇത് ഓരോന്നും നമ്മളെ പഞ്ചപ്രാണം പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചപ്രാണന്. പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, അതൊരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ അതൊരു ടോപ്പിക്കാണ്. പഠിച്ചു, പരീക്ഷ എഴുതി കഴിഞ്ഞു. ആരെങ്കിലും ഒരു പ്രാണായാമനെ കുറിച്ച് പറയുമ്പോൾ പ്രാണസ്യായാമ പ്രാണായാമ, അപ്പം നമ്മൾ ആലോചിക്കും പ്രാണനുണ്ട് എന്നുള്ളത്, അല്ലെ? പ്രാണന്റെ സിഗ്നിഫിക്കൻസ് അറിയാമോ? നമ്മുടെ എല്ലാ ഫങ്ഷനിങ്ങും, നമ്മളിപ്പോ ഒന്ന് തുമ്മണെങ്കിൽ, ഞാൻ ഈ സംസാരിക്കണമെങ്കിൽ ഉദാനവായു വേണം. പ്രാണൻ എന്ന് പറയാൻ നമ്മൾ കണ്ണ് ചിമ്മുന്നത് വരെ എല്ലാം പ്രാണനാണ്. ആ പ്രാണനാണ് ബ്ലോക്കായി കിടക്കുന്നത്, അല്ലെ? ആ പ്രാണനാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് മനസ്സിലാവാത്ത ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ പ്രാണന്റെ കുഴപ്പമാണ്. എവിടെയോ ആ നാഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രാണായാമയുടെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ പ്രാണായാമം എന്ന് പറയുന്നത്? ഞാൻ എവിടെയും എത്തിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് സ്ലൈഡ് കിടക്കുക. ഇത്ര സമയം എടുക്കുക സാറ്, സമയമാകുമ്പോ പറഞ്ഞാൽ മതിയേ. ഇടയ്ക്കിടയ്ക്ക് വഴി തെറ്റിപ്പോവും, അതാണ് ബുദ്ധിമുട്ട്. പഞ്ചപ്രാണൻ പ്രാണായാമന്റെ കോൺസെപ്റ്റ് പറയുമ്പോ പറയാണ്, പ്രകാശത്തിനെ മറച്ചു വെച്ചിട്ടുണ്ട്. പ്രകാശത്തിനെ മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മലങ്ങൾ. മലങ്ങൾ നീങ്ങുമ്പം പ്രകാശം തെളിയും. അപ്പൊ നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത്, നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് നല്ല പ്രകാശവാനായിട്ട്, ഭയങ്കര ക്രിയേറ്റീവ്, ഭയങ്കര പ്രൊഡക്റ്റീവ്, ഭയങ്കര ആനന്ദപരമായിട്ടുള്ള ഒരു സാധനമാണ്. ബൈ നേച്ചർ ഭയങ്കര ആനന്ദമാണ് നമ്മള്. ബിക്കോസ് ഓഫ് സം റീസൺസ്, സർക്കംസ്റ്റാൻഷ്യൽ റീസൺസ്, നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുന്നു, പല കാരണങ്ങൾ. അപ്പൊ ഈ മറ നീങ്ങുമ്പോഴാണ് ആ പ്രകാശം തെളിയുക എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യം
ഖേരന്റെ സംഹിതയില് ആദ്യം ഷഡ്ക്രിയയാണ് പറഞ്ഞത്. നമ്മുടെ ഈ പഞ്ചകർമ്മ പോലെ തന്നെ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. അപ്പൊ ആദ്യം മലങ്ങളെ നീക്കാം. ഇപ്പൊ നല്ലൊരു വെള്ളം നമുക്ക് ഒരു ഓടയിലെ കൂടി നല്ല ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴുകണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം അതിലത്തെ ചേറ് കളയണം, അല്ലേ? ഓൾ ദ വേസ്റ്റ് ഷുഡ് ബി ക്ലിയർഡ്. നന്നാക്കണം. അത് വൃത്തികളൊക്കെ കളഞ്ഞ് അതിനെ നന്നാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചാൽ ഡിസ്റ്റിൽഡ് വാട്ടറേ ഒഴുകുള്ളൂ. ഇനി അല്ല, ഞാനത് നന്നാക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് സാഹചര്യമില്ല, ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഞാൻ അതിന്റെ മേലെ ഒഴിക്കാൻ പോവാ. സോ നാച്ചുറലി ദ ഡിസ്റ്റിൽഡ് വാട്ടർ വിൽ ബിക്കം ഡേർട്ടി വാട്ടർ. അപ്പൊ ഖേരണ്ടം പറഞ്ഞത് ആദ്യം ഷഡ്ക്രിയയാണ്, നന്നാക്കുക ബോഡി. അപ്പൊ അതിന് പല റൂട്ട്സ് ഉണ്ട്. എങ്ങനെയാ ഷഡ്ക്രിയ നമുക്ക് നന്നാക്കുക? ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മള് ബോഡി മലമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഓക്കെ, പിക്ചർ ഉണ്ട് കേട്ടോ, നമ്മുടെ പിക്ചർ അവിടെ ഉണ്ട്. പക്ഷെ ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ് ഇറ്റ് ഹസ് ബീൻ ഒരു മറ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പിക്ചർ ആണല്ലോ ഭംഗി, ഒരു ക്ലാരിറ്റി ഉണ്ട്. മനസ്സിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഫങ്ഷണലി ആണെങ്കിലും there is a clarity when there is no malas, when all these malas are being cleaned, ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അതാണ് ഷഡ്ക്രിയാസിൽ പറയുന്നത്. അത് പല വഴികളുണ്ട്. നമുക്കിപ്പോ പുറന്തള്ളണമെങ്കിൽ നമുക്കൊരു റൂട്ട് വേണേ, അല്ലേ? നമുക്കൊരു റൂട്ട് വേണ്ടേ ഇതൊന്നും പുറത്ത് കളയാൻ. പഞ്ചകർമ്മ പറയുന്നത് തന്നെയാണ്. നമുക്കെന്താ, ആർ അവർ ബോഡി എൻക്ലോസ്ഡ്? ഒരു ക്ലോസ്ഡ് സാധനമാണോ നമ്മുടെ ബോഡി? അല്ല, ഏറ്റവും ഓപ്പൺ സാധനമാണ് നമ്മുടെ ബോഡി. എൻട്രോപ്പി ഡസൻ ടേക്ക് പ്ലേസ് ഹിയർ. ഫിസിക്സ് ക്ലോസ്ഡ് ബോഡി അല്ല, കണ്ണ് തുറന്നിരിക്കുക. നമ്മുടെ ഇന്റേണൽ സ്പേസ് ഇസ് ഓപ്പൺ. കണ്ണ് ഓപ്പൺ ആണ്, ചെവി ഓപ്പൺ ആണ്, മൂക്ക് ഓപ്പൺ ആണ്. ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ പേടി വരും. വായു ഓപ്പൺ ആണ്, മലദ്വാരങ്ങള്, യൂട്രൈൻ ഓപ്പണിങ്സ്, സെർവൈക്കൽ, എവറിത്തിങ് ഇസ് ഓപ്പൺ. പിന്നെ എന്താണ് ക്ലോസ്ഡ് നിങ്ങൾ വിചാരിക്കുന്നത്? യു ആർ മോർ ക്ലോസ് ടു ദ എൻവയൺമെന്റ് ദാൻ ടു യുവർ സെൽഫ്, ആൻഡ് ഇറ്റ് ഈസ് വെരി വെൽ ബാലൻസ്ഡ് ബൈ ദ സോൾ ഹൂഎവർ ഇസ് ഇൻസൈഡ്. സിയർ ഒരു കാഴ്ചക്കാരനുണ്ട്, ആ കാഴ്ചക്കാരനാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. എല്ലാം തുറന്നു വെച്ചിരിക്കുക. കൈ സാനിറ്റൈസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഫുൾ പോർസ് ഓപ്പൺ ആണ് സ്കിന്നിൽ. ഓൾ പോർസ് ആർ ഓപ്പൺ. വി ആർ ഓപ്പൺ ടു ദ എൻവയൺമെന്റ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവാം. ടു വേ. ഷഡ്ക്രിയാസ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പം ഏതാണ് ഈസിയസ്റ്റ് റൂട്ട് ടു എക്സ്പെൽ? മൂക്കിലെ കൂടി എക്സ്പെൽ ചെയ്യുക, വായിലെ കൂടി എക്സ്പെൽ ചെയ്യുക, മലങ്ങള്, ചെവിയിലെ കൂടി എക്സ്പെൽ ചെയ്യുക. ഇതൊക്കെയാണ് ഷഡ്ക്രിയാസിൽ പറഞ്ഞിരിക്കുന്നത്. വൺസ് ഇറ്റ് ഈസ് ക്ലീൻ, അതാണ്ടോ ധൗതി, വസ്തി ഫ്രം ദ പക്വാശയ ഡൗൺവേർഡ്സ്. ഓക്കെ, ധൗതി ഫ്രം ദ ആമാശയ അപ്വേർഡ്സ്. നേതി ഓൾ ദ അപ്പർ ക്ലാവിക്കുലർ എന്ന് ഊർധ്വജത്രൂസ് ഓൾ. ത്രാടക അത് ഒരു കോൺസെൻട്രേഷൻ പ്രോസസ്സിലെ കൂടി ഒരു ക്ലെൻസിങ് പ്രോസസ് ആണ് ത്രാടക. നൗലി ഈസ് ജസ്റ്റ് സമാന പ്രാണ അല്ലെങ്കിൽ പിന്നെ മണിപ്പുര ചക്രം മാത്രം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഒരു ഷഡ്ക്രിയയാണ് നൗലി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ ശ്ലോകങ്ങൾ വായിക്കണം, നമ്മൾ അമ്പരന്ന് പോകും. ഇത് എങ്ങനെയാണ് ഇപ്പോഴത്തെ വെരി റീസെന്റ്ലി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തതാണ്, സെറോട്ടോണിൻ ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ഇൻ ദ സ്റ്റമക്ക് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. എല്ലായിടും ഭയങ്കര ഹൗ ഇസ് സെറോട്ടോണിൻ ബീങ് ക്രിയേറ്റഡ് ഇൻ ദ സ്റ്റമക്ക് എന്നും പറഞ്ഞിട്ട്. നൗലിയാണത്. ആനന്ദ മൗലീരയം എന്ന് പറഞ്ഞിട്ടുണ്ട് അതില് ശ്ലോകത്തിന്റെ അവസാനം. നൗലി ചെയ്തു കഴിഞ്ഞാൽ, അതായത് അബ്ഡമിനൽ മസിൽസ് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ നൗലിന്റെ അവസാനത്തെ 2-3 വാക്കാണത്. ആനന്ദ മൗലീരയം എന്ന് പറഞ്ഞിട്ട്. ആനന്ദത്തിന് ഏറ്റവും നല്ലത് നൗലിയാണ്. ഇഫ് യു ആർ ഡിപ്രസ്ഡ്, ഇഫ് യു ആർ ബീങ് ഡിസ്റ്റർബ്ഡ്, ഇഫ് യു ആർ ഹാവിംഗ് ലോട്ട് ഓഫ് തോട്ട്സ്, ഇഫ് യു ആർ കൺഫ്യൂസ്ഡ്, ഗോ ഫോർ നൗലി. പ്രാക്ടീസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രാക്ടീസ് എല്ലാം ബുദ്ധിമുട്ടാണ്. ചെറിയ കാര്യമാണ്. ഞങ്ങൾ ഇപ്പൊ ഈ വർത്തമാനം പറയാനും പ്രാക്ടീസ് തന്നെയാണ്. സോ ദാറ്റ് ഇസ് നൗലി. കപാൽഭാതി. കപാൽഭാത്യം ഒരു ഫ്രോണ്ടൽ സൈനസ്, അവിടെ അല്ല നമ്മുടെ സെറബ്രൽ ഏരിയ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഏറ്റവും നന്നായിട്ട് ആക്ടിവേറ്റ്. നമുക്ക് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഇമ്പോർട്ടൻസ് അറിയോ? എന്താണ് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? എല്ലാ ഹയർ ഡെഫിനിഷൻസും ഉള്ളത് ഇവിടെയാണ്. ക്രിയേറ്റിവിറ്റി, നിങ്ങൾ നന്നായി ചിത്രം വരക്കണം. ഇഫ് യു വോണ്ട് ടു ബി പ്രൊഫിഷ്യന്റ് ഇൻ യുവർ വാട്ട് എവർ പ്രൊഫഷൻ യു ആർ ഇൻ, എല്ലാം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക വേണ്ടത്. എല്ലാം കിടക്കുന്നത് നമുക്കിപ്പോ എവിടെയാണെന്നറിയോ? പ്രിമിറ്റീവ് ബ്രെയിനിലാണ്. ആ തുടക്കത്തിൽ എന്താണോ എ ബി അവിടെ തന്നെ കിടക്കുന്നു. ഇത്തിരി ഒന്ന് മേലെ പോകും, പിന്നീന്ന് അവിടെ തന്നെ വന്ന് നിൽക്കും. പ്രിമിറ്റീവ് ബ്രെയിനിൽ തന്നെ. നമ്മൾ ഒന്ന് നന്നാവണ്ടേ? നമുക്ക് ആ കഴിവില്ലേ?
ഒന്ന് നന്നായി നമ്മൾ ഭയങ്കര എക്സൽ ചെയ്യാനുള്ള എന്തോരം കഴിവുണ്ടെന്ന് അറിയോ? അതിന്റെ ടൂൾ ഒന്ന് കാണിച്ചു തരുമ്പോ ഒന്ന് ട്രൈ ചെയ്തൂടെ? ദാറ്റ് ഇസ് തപസ് എന്നാണെന്ന് പറയാൻ, ഡിറ്റർമിനേഷൻ, തപസ്സാണത്. അത് ഭംഗിയില് കേരന്റെ സമയത്ത് പറയുന്നുണ്ട്, ആമകുംഭമിവം, നിങ്ങളുടെ ബോഡി ആമകുംഭത്തിനെ പോലെയാണ്, യോഗാനലേന സന്ദഹ്യ എന്ന് പറയുന്നത്. യോഗാനലനോ, യോഗയുടെ അഗ്നി കൊണ്ട് നിങ്ങൾ ഇതിനെ തപിപ്പിച്ച് ഇതിനെ സ്ട്രോങ് ആക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഷഡ്ക്രിയാസ്. പിന്നെ പറഞ്ഞു ഷഡ്ക്രിയാസ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. ഓക്കെ, നമ്മളിപ്പോ വിരേചനം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വമനം കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലേ? അങ്ങനെ ക്ലീൻ ചെയ്ത ബോഡിയിലേക്കാണ് ആസന കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ യോഗ ഓക്കെ, ഒരു യോഗ ട്രെയിനർ യോഗ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വന്നോ ഇരുന്നോ സ്റ്റാർട്ട്, താടാസന വെച്ച് നമുക്ക് തുടങ്ങാം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഷഡ്ക്രിയ കൊണ്ട് ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്ത് ഫിറ്റ് ആക്കിയിട്ട് ആസനാസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആസനാസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആസനാസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ആസന ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. എനിക്ക് ഇതൊരു ചേഞ്ച്, ഇതാണ് പുതിയ ആസനം. ഇങ്ങനെ ചെയ്താൽ ഡയബറ്റിസ് മാറും, ഇങ്ങനെ ചെയ്താൽ BP മാറും. ദാറ്റ് ഡസന്റ് ടേക്ക് പ്ലേസ് യൂഷ്വലി. അതിനൊരു കാര്യകാരണ സിദ്ധാന്തം അവിടെയും ഉണ്ട്. ഓക്കെ, എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിന്റെ റൂൾസ് ആണ് ഞാൻ ഫർദർ സ്ലൈഡ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. പ്രാണായാമ ഇങ്ങനെ ക്ലെൻസ് ചെയ്ത ബോഡിയിൽ ആസനാസ് ചെയ്തിട്ട് എല്ലാം ഭയങ്കരമായിട്ട് സർക്കുലേഷൻ ഒക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ട് പ്രാണനെ കയറ്റാം. എന്നിട്ട് പ്രാണനെ കയറ്റാം. ആ കയറുന്ന പ്രാണൻ ടാർഗറ്റഡ് പോയിന്റ്സിലേക്ക് പോകും. എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തും. പഞ്ച ഉപപ്രാണാസ് ഇതൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഫൈൻ ആയിട്ട്. വാട്ട് ഇസ് പ്രാണ? പ്രാണ ഇസ് ജസ്റ്റ് നോട്ട് ദ ഓക്സിജൻ. നമ്മൾ അതും കുറച്ചായിട്ട് കാണരുത്. പ്രാണൻ ഓക്സിജൻ അല്ല, ഇറ്റ് ഇസ് സംതിങ് മോർ ടു ഇറ്റ്. ലൈഫ് ഫോഴ്സ് ആണ്, വൈറ്റൽ ലൈഫ് ഫോഴ്സ് നമ്മൾ പറയും. അപ്പോൾ ലൈഫിന് വേണ്ടത് എന്തായിരിക്കാം? എല്ലാം. വൈറ്റൽ ലൈഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ അതിലെല്ലാം വേണം. വട്ടെവർ നമ്മൾ അറിയുന്ന നോളജബിൾ, നമ്മുടെ മനസ്സിലുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ലൈഫ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഏറ്റവും ഹയസ്റ്റ്. അപ്പൊ എന്തൊക്കെ സബ്സ്റ്റൻസ് വേണം? കെമിസ്ട്രിയിലുള്ളതും ഫിസിക്സിലുള്ളതും ബയോളജിയിലുള്ളതും ഒക്കെ തന്നെ വേണം ഒരു ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ. അതാണല്ലോ നമ്മൾ രസം മുതൽ ശുക്ര വരെ എത്തിച്ചത്. ഭക്ഷണം മുതലാണ് തുടങ്ങിയത്. അതിന്റെ ഒരു ബ്യൂട്ടി നോക്കൂ. ഭക്ഷണം, രസരക്തമാംസമേധാസ്തി മറ്റ ശുക്ര ഇസ് ദ ഫൈനൽ യൂണിറ്റ് വിച്ച് ക്യാൻ ഫോം എ ലൈഫ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം നാലേക്കുക. അപ്പൊ അങ്ങനെ ആയ ഒരു ബോഡിയിലേക്ക് പ്രാണായാമം കൊടുക്കുക. ആ പ്രാണായാമ ഇസ് ജസ്റ്റ് ദ എക്സ്പാൻഷൻ ഓഫ് പ്രാണ. പ്രാണസ്യ ആയാമ പ്രാണായാമ, ജസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് പ്രാണ വാട്ട് വി ടേക്ക് ഇൻ. അതിന് നമുക്ക് സമാന പ്രാണ നന്നാക്കാം, അപാന പ്രാണ നന്നാക്കാം, ഉദാന പ്രാണ നന്നാക്കാം. ഓക്കെ, ഏത് പ്രാണനെ വേണമെങ്കിൽ നമുക്ക് നന്നാക്കാം. അപ്പൊ നമുക്ക് പക്ഷെ അവയർനെസ്സിൽ വേണം, അറിയണം ഏത് പ്രാണയാണ് നമ്മുടെ ഇപ്പൊ ബുദ്ധിമുട്ടായിരിക്കുന്നത്. ദാറ്റ് അസസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ സമാന പ്രാണയാണോ നമ്മൾ ഏത് ഡോക്ടറും അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും അസസ് ചെയ്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് എന്നുള്ളത്. സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു അസുഖം കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഏത് പ്രാണയായിരിക്കും അയാളുടെ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും സമാന പ്രാണയിലെ ഒരു പ്രശ്നം, ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപാന പ്രാണയുടെ ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കേണ്ടത്. ബിക്കോസ് ദേ ആർ ഓൾവേസ് കോൺട്രഡിക്ടറി ആക്ഷൻ ആണ്. കോൺട്രഡിക്ടറി എന്ന് വെച്ചാൽ അപാന പ്രാണ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ലെവലിൽ ആദ്യം ബുദ്ധിമുട്ട് വരുന്നത് സമാന പ്രാണയാണ്. അപ്പൊ എവിടെയെങ്കിലും ബ്ലോക്ക്, ഇപ്പൊ ചെറിയൊരു ലാക്രിമൽ ഡക്റ്റിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ് ഇസ് എ ബ്ലോക്ക് ഫോർ അപാന പ്രാണ. ഓക്കെ, അല്ലെങ്കിൽ ഓവറായിട്ട് കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എഗെയിൻ ദാറ്റ് ഇസ് എ അപാന പ്രാണ. മര്യാദക്കായിട്ട് നോർമലി പീരിയഡ്സ് ഉണ്ടാവുന്നില്ല, അപാന പ്രാണ. ഇത് അപ്പം നമ്മൾ അത് ആലോചിച്ചിട്ട് അത് ശരിയാക്കിയിട്ട് വേണം സമാധാനം. ഐ ഗോ ടു ദ നെക്സ്റ്റ്. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. യോഗ തെറാപ്പിയിൽ ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ് കേട്ടോ ഇതൊക്കെ. അതായത് കത്തി, വാള്, വട്ടെവർ ഇറ്റ് ഇസ്, ഇത് നമ്മുടെ ടൂൾസ് ആണ്, നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ആണ്. ഈ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ യോഗ തെറാപ്പി അപ്ലൈ ചെയ്യുന്നത്. ദെൻ വി ഹാവ് റിലാക്സേഷൻ ടെക്നിക്. ഓക്കെ, ശവാസനത്തിനെ കുറിച്ച് ഒരു ശ്ലോകം പറയുന്നുണ്ട്, ശ്രമഹരം വിശ്രാന്തികാരകം എന്ന് പറഞ്ഞിട്ട്. വിശ്രാന്തി പറഞ്ഞിട്ട് ശ്രമം കൊണ്ട് പറയാം. ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഇസ് ബീൻ എക്സ്പ്ലെയിൻഡ്. ദെൻ വി ഹാവ് യോഗ നിദ്ര, DRT, IRT, ഇത് രണ്ടും പേറ്റന്റഡ് ആണ്. ഡീപ് റിലാക്സേഷൻ ടെക്നിക്കും ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക്കും സ്വാമി വിവേകാനന്ദ സംസ്ഥാൻ ബാംഗ്ലൂർ ഇതാക്കി എടുത്തതാണ്.
റിലാക്സേഷൻ ടെക്നിക്സ്. സോ പക്ഷെ ദാറ്റ് ഷുഡ് ബി, അതിന് ഒരു രീതിയുണ്ട്, 1 by 1 നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കാം. പിന്നെ യോഗയിൽ പറഞ്ഞിരിക്കുന്ന ആഹാരത്തിനെ കുറിച്ച്, പലയിടത്തും ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് സർട്ടൻ ആഹാരം പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ ഇപ്പൊ തുടങ്ങണോ? റെഡി. യോഗ അങ്ങനെയല്ല കേട്ടോ പറയുന്നത്, കുറച്ചു കാലം പിന്നെ നെയ്യും പാലും ഒക്കെ കഴിച്ചു തുടങ്ങണം. അപ്പൊ എന്താവാ, സ്നിഗ്ധത വരും. ബോഡീന്റെ നാഡികളിൽ സ്നിഗ്ധത വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണെങ്കിലോ എപ്പോ വേണമെങ്കിൽ തുടങ്ങാം. സോ ദെൻ വി ഹാവ് മുദ്രാസ് ആൻഡ് ബന്ധാസ്. ഇതെല്ലാം ഒരു കീമോതെറാപ്പി പോലെയാണ്. മുദ്രാസ് ആൻഡ് ബന്ധാസ് ഭയങ്കര എഫക്റ്റീവ് ആണ്, ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. പക്ഷെ നല്ല പ്രാക്ടീസിലെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ഇക്വലന്റ്. അതായത് ഒരു കീമോതെറാപ്പി എങ്ങനെയാണ് ഓരോരോ സെല്ലുലാർ ലെവലിലേക്ക് കടന്നു ചെന്ന് ആക്ട് ചെയ്യുന്നു, അങ്ങനെ ആക്ട് ചെയ്യും മുദ്രാസ് ആൻഡ് ബന്ധാസ്. ഓക്കെ, അതിൽ ഖേച്ചരി ഉണ്ട്, ഉഡിയാന, ജാലന്ധര. ഇത് 3 ലോക്സ് എന്ന് പറയുന്നുണ്ട്. 3 ലോക്സ്: മൂലബന്ധ, ഉഡിയാന ബന്ധ, ജാലന്ധര ബന്ധ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ക്രോണിക് ആയിട്ട് ഒരു ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരാൾക്ക് ക്രോണിക്, അപ്പൊ ആയിക്കോട്ടെ, ഒരു തലവേദന ആയിക്കോട്ടെ, മൈഗ്രെയിൻ, ഒരു 30-40 വർഷമായിട്ട് മൈഗ്രെയിൻ. നമുക്കറിയാം ശമന ചികിത്സ ഈസ് നോട്ട് ഈസി. ക്രോണിക് എയിൽമെന്റ്സിന് ശമന എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഡീപ്പർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സോ ഇൻ സച്ച് കേസസ് മുദ്രാസ് ആൻഡ് ബന്ധാസ് ആർ വെരി എഫക്റ്റീവ്. സെല്ലുലർ ലെവലിലേക്ക് ഭയങ്കര പിയേഴ്സിംഗ് ആയിട്ട് കടന്നു ചെന്ന് കാര്യങ്ങൾ ചെയ്യും. ദെൻ മെഡിറ്റേഷൻ. എന്താ അഭിപ്രായം മെഡിറ്റേഷനെ കുറിച്ച്? നിങ്ങൾ ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാം. എല്ലാവരും ഉറങ്ങി തുടങ്ങിയിട്ടോ സാറേ, ഞാനല്ല കാരണക്കാരൻ. മെഡിറ്റേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ താഴെ ഇറങ്ങണോ, നിങ്ങൾ ഉത്തരം പറയുമോ? ഓക്കെ, മെഡിറ്റേഷനെ കുറിച്ച് എന്താ അഭിപ്രായം? ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്തവരുണ്ടോ ഇവിടെ? മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. സുഖകരമായ ഒരു അവസ്ഥയാണ്, ആനന്ദാവസ്ഥയാണ്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്, യോഗയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് മെഡിറ്റേഷൻ. ശവാസനം അങ്ങനെയാട്ടോ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. താങ്ക് യു. ഏറ്റവും ഡിഫിക്കൽട്ട് എന്താണെന്നറിയോ? ഒന്ന് കണ്ണടച്ചിരിക്കും എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാരും കണ്ണടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത് ചുറ്റും നടക്കുന്ന ഒരു സെക്കൻഡ് പോലും മിസ്സാവരുത്, അത് ട്രാക്ക് ചെയ്യണ്ടേ. ഓക്കെ, ഇനിയില്ല, പറ്റില്ല, കണ്ണ് അടച്ചേ പറ്റൂ. അപ്പോഴെന്താ സംഭവിക്കാം? അത്ര വരെ മനസ്സ് ശാന്തമായി ഇരുന്ന മനസ്സ് തേടിപ്പോയി അമേരിക്ക മുതൽ അങ്ങോട്ട് വരെ പോയിട്ടില്ല സാധനങ്ങളൊക്കെ വലിച്ചോട്ട് വരും. ഒന്ന് കൊടുത്തു നോക്കാം. ഒരാൾക്ക് മെഡിറ്റേഷൻ, കണ്ണടച്ച് ശാന്തമായിരിക്കും, മനസ്സിൽ ഒരു എന്താ പറയാ ചിന്തകളൊന്നും ഇല്ലാതെ ഇരിക്കും, അപ്പം തേടിപ്പോവും. അത്ര വരെ ഒരു ചിന്തയിൽ തന്നെ കോർണർ ഓഫ് ദ മൈൻഡിൽ പോലും ഇല്ലാത്ത ആൾക്കാരെ തേടിക്കൊണ്ടുവരും. എന്നിട്ടോ ഏറ്റവും മോശമായ എക്സ്പീരിയൻസ് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് മനസ്സിന്റെ മൈൻഡ് എന്ന് പറയുന്നത്, അതാണ്. സോ എവിടെയാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത്? കണ്ണ് തുറക്കരുത്, വേറെ എവിടെ ചിന്ത പോവരുത്, അരുത് എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രവണത വരും. സോ മെഡിറ്റേഷൻ ഇസ് വെരി ബ്യൂട്ടിഫുൾ, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അത് എന്താണ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് വാട്ട് ഡസ് തോട്ട്, ക്രിയേറ്റഡ് തോട്ട് ഡു ടു യുവർ ബോഡി? അത് ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണ് മെഡിറ്റേഷൻ മനസ്സിലാവുക? എന്തായിരിക്കും നമ്മുടെ ഒരു ചിന്ത? എന്തപ്പോ ചിന്തിച്ചാൽ എന്തപ്പോ കുഴപ്പം അല്ലേ? യോഗ പറഞ്ഞ് ചിന്തിക്കണ്ട, കീപ് കാം, കീപ് കാം. ബ്രിങ് നമ്പർ ഓഫ് തോട്ട്സ് കുറയ്ക്കണം എന്നാ പറയുന്നത്, പെർ മിനിറ്റ് നമ്പർ ഓഫ് തോട്ട്സ്. മൈൻഡ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് തോട്ട്സ്. ഒരു ഡിബേറ്റഡ് കാര്യമൊന്നും അല്ല അത്. മൈൻഡ് ഇസ് മെയ്ഡ് ഓഫ് തോട്ട്സ്. തോട്ട്ലെസ് ആയിട്ടുള്ള മൈൻഡ് ഇല്ല. മൈൻഡ് ഇസ് മെയ്ഡ് ഓഫ് തോട്ട്സ്. ബട്ട് യു ക്യാൻ ബ്രിങ് നമ്പർ ഓഫ് തോട്ട്സ് കുറയ്ക്കാം. നമ്പർ ഓഫ് തോട്ട്സ് കുറയ്ക്കാം. അങ്ങനെ കുറച്ച് 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 ഒരു തോട്ടില് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റില് ഒറ്റ സ്ഥലത്ത് കെട്ടിവെക്കുകയാണ് മെഡിറ്റേഷൻ. 1 പ്ലസന്റ് തോട്ടില് മനസ്സ് കെട്ടിവെക്കുകയാണ് മെഡിറ്റേഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു തോട്ടിൽ എന്താ സംഭവിക്കുക നമുക്കറിയണ്ടേ? എന്താ നമ്മളിപ്പോ ചിന്തിച്ചു, ബിരിയാണി ആയാലോ, ഉച്ചക്ക് ബിരിയാണി ആയാലോ, ആ തോട്ട്. ഓക്കെ, സിമ്പിൾ സിമ്പിൾ തോട്ട്, ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ. അപ്പൊ ബോഡി എങ്ങനെയാ റിയാക്ട് ചെയ്യാന്നറിയോ? നെർവസ് സിസ്റ്റം മുഴുവൻ ആക്റ്റീവായി. ഓക്കെ, ഓരോ ന്യൂറോൺസിലേക്ക് കൂടി സാധനങ്ങൾ പോവാണ്. അടുത്ത ന്യൂറോൺസിലേക്ക് എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യുക? എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഒരു ന്യൂറോണിന് പിന്നെ ഒരു ന്യൂറോണിലേക്ക് കൊടുക്കുക? തൊടുന്നില്ലല്ലോ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പോലല്ലേ. എന്താ ചെയ്യാ? എന്താണ് ആ ഇമ്പൾസ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സിനാപ്സിലെ കൂടി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ബിരിയാണിക്ക് വേണ്ടത്? അടുത്തത്, നാളെ തിങ്കളാഴ്ചയാണല്ലോ, പോണ്ടേ. അടുത്ത ചിന്ത,
ബിരിയാണി വിട്ടു. അടുത്തത് നാളെ തിങ്കളാഴ്ചയാണല്ലോ, മൺഡേ ബ്ലൂസ്. അതേ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ? അല്ല. അപ്പൊ ഒരു 10 ചിന്ത ഒരു മിനിറ്റിൽ വന്നാൽ എത്ര ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ വർക്ക് ചെയ്യണം? ഓക്കെ, സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ there is a neuro pathway which is being created. ന്യൂറോ പാത്വേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. എന്തിനാ? ഈ എല്ലാം ഒന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, പിന്നെ എക്സസൈസസും അതും ഇതും ഒക്കെ പോകുന്നത്. വെറൈറ്റി ആയിട്ട് ചെയ്യണം, കറക്റ്റ്. പക്ഷെ മെഡിറ്റേഷനിൽ നമ്മൾ എത്രത്തോളം ഒരു തോട്ടിലേക്ക് ചുരുങ്ങി നിൽക്കുന്നോ, ബോഡി ന്യൂറോൺസ് വിൽ ബി അത്രയും കാംനെസ്സിൽ നിൽക്കും. പണി കുറവാ, ഇത്തിരി പണി കുറവാ. കൂടുതൽ ചിന്തിക്കും തോറും ഇത് എവിടെ നിന്നൊക്കെ കൊണ്ടുവരണം? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആരാ ഉണ്ടാക്കുന്നറിയോ? അതൊരു കെമിക്കൽസാ. ആരാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്? എവിടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നത്? ഈ കെമിക്കൽസ് എവിടുന്നാ വരുന്നത്? പട്ടി കടിക്കാൻ വരുന്നു, എനിക്ക് ഓടണം, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഒന്നുകിൽ ഞാൻ പട്ടിയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഓടണം. എവിടുന്നാ ഇത് പുറപ്പെടുവിക്കുന്നത്? എഡ്രിനാൽ. വേറെ വേറെ ചെറിയ ചെറിയ പോർഷൻസ് അവിടെ. ഒരു എഡ്രിനാൽ, ചെറിയൊരു എക്സാമ്പിൾ വരട്ടെ. ഫസ്റ്റ് ഇയർ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ്. ഒരു എഡ്രിനാലിൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രേമത്തിലെ പാട്ട് പാടണം. ഏതാ പാട്ടെന്നറിയോ? മുഷ്ടി ചുരുട്ടുന്നു. അത് ആ പാട്ടെന്താ? പാട്ടിന്റെ വേർഡ്സ് എനിക്ക് മറന്നുപോയി. നാടി ഞരമ്പുകൾ മുറുകുന്നു എന്ന് പറഞ്ഞ ഒരു പാട്ടില്ലേ? അത് തന്നെയാണ് എഡ്രിനാലിൻ ഫംഗ്ഷൻ. മസിൽ ഫംഗ്ഷൻ ചെയ്യണം, ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യണം, ബ്ലഡ് വെസൽസ് ഫംഗ്ഷൻ ചെയ്യണം, കണ്ണ് വരെ ഫംഗ്ഷൻ ചെയ്യണം. കിടക്കുന്നത് എവിടെയാ? കിഡ്നീന്റെ മേലെ. ഇതൊന്നിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലോ പിറ്റ്യൂട്ടറി ആലോചിക്കണം. എഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, എഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പിറ്റ്യൂട്ടറി മാസ്റ്റർ ഗ്ലാൻഡ് ആലോചിക്കണം. അതിന്റെ ആ ഭംഗി നോക്കൂ. നമ്മളോടെങ്ങാനും ഇതൊന്ന് റെഗുലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ പിറ്റ്യൂട്ടറി മറക്കും, അല്ലെങ്കിൽ എഡ്രിനാലിൻ മറക്കും, അല്ലെങ്കിൽ നാഡീ ഞരമ്പുകളെ മറക്കും, അല്ലെങ്കിൽ മസിലിനെ മറക്കും. നമ്മളോട് ഇതൊന്നും ഉണ്ടാക്കി തരാൻ പറയാത്തത് ഭാഗ്യം. അത്രയും നല്ല ക്രിയേറ്റർ ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ അതാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മെഡിറ്റേഷൻ. യോഗ കൗൺസിലിംഗ് ഉണ്ട്, ഒരുപാട് യോഗ കൗൺസിലേഴ്സ് ഉണ്ട് ഇപ്പം. യോഗ വഴി ത്രൂ യോഗിക് കോൺസെപ്റ്റ്സ് വെച്ചിട്ട് കൗൺസിൽ ചെയ്യുന്നവർക്കുണ്ട്. ഓക്കെ, അത് പറയുന്നത് മുഴുവൻ നിയമ വിതർക്കബാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞു അഹിംസ, സത്യം. ശരിയാണ്, നമ്മൾ എതിർക്കുന്നില്ല. അഹിംസ നമുക്ക് പറ്റുമോ? സാറിന്റെ അഭിപ്രായം എന്താ? അഹിംസ പറ്റുമോ? 100% അഹിംസ പറ്റുമോ? ഒരു ചിക്കൻ കാല് ആഴ്ചയിൽ ഒന്നെങ്കിലും വേണ്ടേ? അഹിംസയാണോ? ഹിംസയാണോ? അത് അഹിംസയാണോ? കൊതുക് കടിച്ചാൽ കൊല്ലണ്ടേ? നോക്കി നടക്കാൻ പറ്റുമല്ലോ, പുഴുവും ചെറിയ എന്തെങ്കിലും എന്തോ ഇല്ലാതെ നമുക്ക് ചവിട്ടാതെ നടക്കും. ഏതില്? വെരി ചെയ്യും ആവണമെന്നില്ല. ഇല്ല. കറക്റ്റ്. പക്ഷേ എനിക്കൊരു ശരി, നിങ്ങൾക്കൊരു ശരി, ശരിക്കൊരു ശരിയുണ്ട്. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ് എന്റെ ശരി. But it doesn't mean that there is no sound which is existing below 20 hertz. It doesn't mean that there is no sound which is existing more than 20,000 hertz. പക്ഷെ എന്റെ ശരി 20 to 20,000 hertz. നിങ്ങളുടെ ശരി ഉണ്ടാവും. എനിക്കിത് ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നത്, മുക്കാൽ ഭാഗം നിറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കോ ഇത് കാൽ ഭാഗം വെള്ളം ഇല്ലാതെ ആയിട്ടാണ് തോന്നുന്നത്. അതാണ് ശരികളുടെ കണക്കേ. ഈ വിതർക്ക ബാധന എന്ന് പറയുന്നത്, ഈ അഹിംസ, നമ്മൾ എങ്ങനെയാണ് അതിനെ ശരിയായി എടുക്കേണ്ടതും തെറ്റായി എടുക്കേണ്ടതും അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വിതർക്ക ബാധന എന്ന് പറയുന്നത്. പിന്നെ ചിത്തപ്രസാദനം എന്ന് പറഞ്ഞിട്ടൊരു 9 സാധനങ്ങൾ പറയും സർ. അതെ, ക്രിട്ടിക്കൽ അനാലിസിസ്, വിതർക്ക ബാധന. അതെ, വിതർക്ക ബാധന എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മിനിറ്റും വരും, ഇത് പറ്റുമോ, പാടുണ്ടോ, ഈ ഒരു സാഹചര്യത്തിൽ പാടുണ്ടോ. എന്റെ എല്ലാ അവസരത്തിലും വരുന്ന ഒരു സാധനമാണ്. അതിലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്കില്ല കേട്ടോ. മോസ്റ്റ് ആപ്റ്റ്
ആ ഒരു സാഹചര്യത്തിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ അതീന്ദ്രിയ കഴിവ് കൊണ്ട് ആ ശരിക്കും ശരി നമുക്ക് ഇല്ല. ഓക്കെ, ചിത്തപ്രസാദനത്തിന് ഒരു 9 പോയിന്റ്സ് നമ്മൾ യോഗയിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ യോഗ തെറാപ്പി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് നമുക്കൊരു അസുഖം മാറ്റാം യോഗയിലെ കൂടി. ഓക്കെ, എന്താണ് യോഗ തെറാപ്പി ഗൈഡ് ലൈൻസ്? ഒരു മിനിറ്റ്. യോഗ തെറാപ്പി അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ പറയുന്നത് പോലെ സാധാരണ ട്രെയിനേഴ്സിനെ ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, പലതും തെറ്റുന്നു. നമ്മൾ കൊടുക്കുമ്പം പലതും തെറ്റുന്നു. ബിക്കോസ് ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് യോഗ ഫോർ പ്രഗ്നൻസി. ആദ്യം ഗൂഗിൾ അടിക്കും വാട്ട് ആർ ദ യോഗ ഫോർ പ്രഗ്നൻസി. അപ്പം തുടങ്ങും ബദ്ധകോണാസനം, പിന്നെ ബട്ടർഫ്ലൈസും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ലിസ്റ്റ് വരും. പിന്നെ ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കലാണ്. അതാണോ യോഗ തെറാപ്പി എന്നാണ്. അപ്പോഴാണ് തെറ്റുന്നത് കേട്ടോ. അപ്പൊ ആയുർവേദ ഡോക്ടർ ആയിരിക്കും നമ്മളത് ചെയ്യരുത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസീസ് കണ്ടീഷൻ. ഒരു ഡിസീസ് നമുക്ക് ജ്വരം തന്നെ എല്ലാം ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ജ്വരേനെ അറ്റാക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ നടുവേദന നമുക്ക് കോമൺ പ്രോട്ടോകോൾ ഉണ്ടോ നടുവേദനക്ക്? ഇല്ല. എങ്ങനെയാണ് കോമൺ പ്രോട്ടോകോൾ ഉണ്ടാക്കുക? ഒരു നടുവേദന ഡ്യൂ ടു സം യൂട്രൈൻ പ്രശ്നമാണെങ്കിൽ നടുവേദന ഈസ് ഡിഫറെന്റ്. ഗൃദ്രസി കൊണ്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ നടുവേദന ഈസ് ഡിഫറെന്റ്, അല്ലെ? ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ നടുവേദന ഈസ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു രാസന രണ്ടാതി കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ രാസന സപ്തകം കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഗന്ധർവസ്ഥാതി കൊടുത്താൽ മതിയോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ടാർഗറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് മോർ റിസൾട്ട്സ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസീസ് കണ്ടീഷൻ കൃത്യമായിട്ട് എന്താണെന്നുള്ള മനസ്സിലാക്കുക. പേഷ്യന്റ് കണ്ടീഷൻ, ഡിസീസ് കണ്ടീഷൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. യോഗയില് ഡിസീസ് കണ്ടീഷൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നടുവേദനയാണ്, ഓക്കെ, പേഷ്യന്റ് ഇസ് ലൈക്ക് ഒട്ടും നല്ല പ്രായമുള്ള, ഒട്ടും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണ് പേഷ്യന്റിന്റെ എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കൊരു സേതുബന്ധാസൻ വരെ കൊടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യന്റ് കണ്ടീഷൻ. എന്നിട്ട് ടെക്സ്ച്വൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വജ്രായുധമുണ്ട്. ആ വജ്രായുധം ഉപയോഗിക്കാനാണ് ഏറ്റവും എളുപ്പം. നല്ല പവറുമാണ്, പക്ഷെ നമുക്ക് റെഡിമെയ്ഡ് ആണത്. ടെക്സ്റ്റിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് റെഫറൻസസ് ഉണ്ട്. അതങ്ങനെ ഇങ്ങനെ ഓരോരോ ശ്ലോകം അങ്ങ് ചെയ്യണം. നല്ല കുഴിച്ച് അങ്ങ് പോകുമ്പോൾ നല്ല ഭംഗിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. തെറാപ്പി ബൈ സിംറ്റംസ് നമ്മൾ സാധാരണ നമ്മൾ അലോപ്പതി ഡോക്ടർമാർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും സൂപ്പർഫിഷ്യൽ സിംറ്റംസിനെ ശമിപ്പിച്ച് ഇങ്ങനെ തൽക്കാലത്തേക്ക് ഒരു 2 ദിവസത്തേക്ക്, ഒരു 3 ദിവസത്തേക്ക് ശാന്തമായിരിക്കും. ഇതാണ് സിംറ്റമാറ്റിക് റിലീഫ്. അത് യോഗയിലും പറ്റും, ഈസി. ഓക്കെ, പിന്നെ നമ്മുടെ നിദാന പരിവർത്തനം, റൂട്ട് കോസ് ഇറാഡിക്കേഷൻ. എന്താണോ അതിന് കാരണമായത്, ഓക്കെ, അത് സിംറ്റംസ് നല്ല ദൂരമായിരിക്കും, കിലോമീറ്റർ അപ്പുറമായിരിക്കും നമുക്ക് സിംറ്റംസ്. ഓക്കെ, അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അതേ ആയിരിക്കണം എന്നില്ല, സംവേർ വെരി മച്ച് ഡിഫറെന്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഒരു രീതിയാണ്. പക്ഷെ അത് സമയമെടുക്കും. പക്ഷെ ആ റൂട്ട് കോസിൽ പോയി നമ്മൾ അസസ്മെന്റ് ചെയ്ത് അവിടെ കൊടുത്തോണ്ടിരുന്നാൽ മറ്റത് ശരിയാവും. ഓക്കെ, ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇതല്ലാതെ എനിക്ക് വേറെ എങ്ങനെ ഇതിനെ നന്നാക്കാൻ പറ്റില്ല. ഓക്കെ, ഡിസീസ് കണ്ടീഷന് എന്താ നമുക്കറിയാം. യോഗയിൽ നമ്മൾ ഈ ഡിസീസ് കണ്ടീഷനെ ഏത് കണ്ണിലേ കൂടി കാണണം, ഏത് വഴിയിലേക്ക് കാണണം എന്നുള്ളതാണ്. ജസ്റ്റ് ഗോ ലുക്ക് ത്രൂ ദിസ് ലെൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു വേദന എവിടെയാണോ അതിന്റെ അനാറ്റമി ഒന്ന് അറിയാം. ഓക്കെ, ബാക്ക് പെയിൻ, അതിന്റെ അനാറ്റമി അറിയാം. ഏത് മസിൽസ് ആണ്, ഏത് നെർവ്സ് ആണ്, അല്ലെങ്കിൽ വട്ടവർ ആ അനാറ്റമി ഇൻവോൾവ് അറൌണ്ട് ദാറ്റ് പ്ലേസ് ഒന്ന് അറിഞ്ഞാൽ നല്ലതാണ് യോഗയില്. പിന്നെ ഫിസിയോളജി അറിയണം. ഓക്കെ, ഒരു ബാക്ക് പെയിൻ ആണ്, ഇത് ഞാൻ കണ്ട ഒരു സാധനമാണ്, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. കഷായവസ്തി വരെ കൊടുത്തു, എന്നിട്ടും ആ ഒരു ലേഡി പേഷ്യന്റിനോട് യൂട്രൈൻ കണ്ടീഷൻസ് ചോദിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവസാനം CA യൂട്രസ് ആയിരുന്നു, നല്ല പ്രായമുള്ള. ഇത് നടന്ന സംഭവമാണ്. സോ
ഒരു കുറച്ചൊരു സമയം എടുത്താലും ഒരു 360 ഡിഗ്രി ആ ഒരു ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞാൽ നല്ലതാണ്. പാത്തോഫിസിയോളജി, ഓരോന്നിന്റെയും പാത്തോഫിസിയോളജി, റൂട്ട് കോസ്, സെയിം തിങ്. ഇതിലൊക്കെ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ലോങ്. സിംറ്റംസ്, അപ്പൊ ആ ഡിസീസ് കണ്ടീഷനിൽ എന്താണ് സിംറ്റം? ഇപ്പൊ നോർമലി ചിലപ്പം ആ ഡിസീസ് കണ്ടീഷനിൽ ഇപ്പൊ ചൊറിച്ചൽ, ഈ ഇടയ്ക്ക് ഒരു കണ്ടീഷൻ യോഗ തെറാപ്പിക്ക് വന്നതാണ്, ചൊറിച്ചൽ, അലർജീസ്, IgG, ഓക്കെ, ഇങ്ങനത്തെ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്ത് എല്ലാം അലർജീസ് ആയിട്ടുള്ളത് ഒരു ഹിസ്റ്ററിയിൽ എവിടെയും കാണുന്നില്ല, ഒന്നുമില്ല. ചെകഞ്ഞ് അവസാനം എത്തിയത് എവിടെയാന്ന് വെച്ചാൽ തൈറോയിഡ് കണ്ടീഷനിലേക്കാണ്. തൈറോയിഡിസം, വേറെ ഒന്നുമില്ല. തൈറോയിഡിസം അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ കയ്യിലൊരു വരയോ അല്ലെങ്കിൽ പാൽപിറ്റേഷനോ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അവസാനം ആകെ ഉണ്ടായിരുന്ന പ്രശ്നം തന്നെ തൈറോയിഡിസം. തൈറോയിഡിസത്തിന് യോഗ കൊടുത്തു, യോഗ തെറാപ്പി ഫോർ തൈറോയിഡ് കണ്ടീഷൻസ് ബെറ്റർ ആക്കാനുള്ള യോഗ കൊടുത്തു. ആ ചൊറിച്ചിൽ മാറി എന്നുള്ളതാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരാറുണ്ട് യോഗ തെറാപ്പിക്ക്. ഓക്കെ, പിന്നെ നമുക്ക് കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട് നമുക്ക് പ്രശ്നം എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ബാക്കിലേക്ക് റിവേഴ്സ് പ്രോസസ്സിംഗ് എന്ന് പറയും നമ്മൾ അതിനെ. ഇപ്പൊ എന്താണോ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നത് അതിനെ റിവേഴ്സ് പ്രോസസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മുന്നിലത്തെ കാര്യങ്ങൾ. കോംപ്ലിക്കേഷൻ അങ്ങേയറ്റം എത്തിയിട്ടുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പൊ ഡയബറ്റീസ് കൊണ്ട് കാലിൽ തരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെറ്റബോളിസം ശരിയാക്കുക. അപ്പൊ അതാണ് ഈ റിവേഴ്സ് പ്രോസസ്സിങ്. പിന്നെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ യോഗയില് ഒരുപാട് സ്ഥലത്ത് ത്രിദോഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഉജ്ജയി പ്രാണായാമ കഫഹരയാണ്, സൂര്യവേദന പ്രാണായാമ വാതഹരയാണ്, കൃമിഹരയാണ്. ഏത് ഇൻഫെക്ഷൻസിനും നമുക്ക് സൂര്യവേദനം കൊടുക്കാം. തലകുത്തി മറിഞ്ഞാലേ ഒരു കാര്യം ശരിയാവുന്നൊന്നുമില്ല. ജസ്റ്റ് റൈറ്റ് നോസ്ട്രൽ ബ്രീതിങ് മാത്രം ചെയ്തുകൊണ്ട് പനി കുറക്കാൻ പറ്റും. ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ്, ബുദ്ധിമുട്ടുകൾ വ്യത്യാസം വരുത്താൻ പറ്റും. ഓക്കെ, സോ അതാണ് ത്രിദോഷ വഴി നമ്മൾ പിന്നെ യോഗ യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ റിലേറ്റഡ് ചക്ര, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ചക്രാസിന്റെ നോളേജ്, അതായത് നമുക്ക് ഷഡ് ചക്രാസ് ഉണ്ടല്ലോ, മൂലാധാര ചക്ര, സ്വാധിഷ്ഠാന ചക്ര, മണിപ്പുര ചക്ര. ഈ അസുഖം ഏത് ചക്രത്തിൽ പെടും എന്നുള്ളത് അനലൈസ് ചെയ്യാം. ചക്ര സ്റ്റഡി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഒരാൾ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ തന്നെ ആ മനുഷ്യൻ ഏത് ചക്രയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഹി ഈസ് മോർ ടുവേർഡ്സ് ദിസ് ചക്ര. ഓക്കെ, അങ്ങനെ ആ ചക്ര, ഇപ്പൊ സപ്പോസ് മണിപ്പുര ചക്രയാണ് ഡിസ്റ്റർബ്ഡ് എന്നെങ്കിൽ മണിപ്പുര ചക്ര നേരിട്ട് പോയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡസന്റ് ഹാപ്പൻ. മൂലാധാരത്തിൽ നിന്ന് തുടങ്ങണം, അത് നന്നാക്കണം. സ്വാധിഷ്ഠാനത്തിൽ പോണം, അത് നന്നാക്കണം. പിന്നെ പോണം മണിപ്പുരയില്. ആ മണിപ്പുരയിൽ എത്തുന്നതിന് മുമ്പ് ബാക്കി 2 ചക്രാസും ഓക്കെ ആയോ എന്നുള്ളത് അറിയണം. ഡു നോ വാട്ട് ഇസ് ചക്രാസ്? ചക്രാസ് എന്താണെന്നറിയോ? എന്തായിരുന്നു സർ ചക്ര എന്തായിരുന്നു? വൈവക്കൊക്കെ ഇരുന്നാലെയാ കുറെ വർഷം വൈവൊക്കെ ഇരുന്ന് ആ പേടി ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഒരു അബോധം സ്വബോധം ഒരു സബ് കോൺഷ്യസിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ചോദിക്കുമ്പോ അപ്പൊ അതങ്ങനെ വേണം. ചക്രാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഡയമെൻഷൻസിൽ വരുന്ന സാധനമാണ്. ഇപ്പൊ നമ്മളിപ്പൊ ഇരിക്കുന്നത് എത്ര ഡയമെൻഷനിലാണെന്ന് അറിയോ? ഇപ്പൊ നമ്മള് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എത്ര ഡയമെൻഷനിലാ? എത്ര ഡയമെൻഷനിലായിരിക്കും? മൈഡിയർ കുട്ടിച്ചാത്തം കണ്ടിട്ടുണ്ടാ? അപ്പൊ എല്ലാം ഒരേ കാലത്തിലുള്ള ആൾക്കാരാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ 3D. ഇപ്പൊ ഇറങ്ങുന്ന സിനിമ ഒക്കെ ലുലുലൊക്കെ വരുന്ന 4D 5D ഒക്കെ ഉണ്ട്. ഇതാണ് ഡയമെൻഷൻസ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ എടുക്കാൻ പറ്റുന്ന ഡയമെൻഷൻസ് ആണിത്. ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് 11D ആണ്, 11 ഡയമെൻഷൻസ്. അതേപോലെ തന്നെയാണ് ഈ ചക്രങ്ങളെ സ്റ്റഡിയും. ഒരുപാട് ഡയമെൻഷൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് ഈ സാർ പറഞ്ഞ പോലെ ഫിസിക്കൽ എൻറ്റിറ്റി ഇല്ല, ഇതിന് ഇവിടെ ഇതാണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് എൻ എനർജി സ്പേസ്. ഏറ്റവും ഇങ്ങനെ നമ്മൾ വേൾപൂള് കണ്ടിട്ടില്ലേ, ചുഴി കണ്ടിട്ടില്ലേ? ചുഴിയിലെ ഏറ്റവും നടുവിലത്തെ ഒരു പോയിന്റ് കണ്ടില്ലേ? അത് ആ എനർജിന്റെ ഏറ്റവും സെന്റർ ആണ്. അതുപോലത്തെ ഒരു സെന്റർ ആണ് ഈ ചക്ര എന്ന് പറയുന്നത്. അവിടെ നിന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതിനെ ഒന്ന് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര പവർഫുൾ. അത് എല്ലാ രീതിയിലും നമ്മൾ എനർജൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് യന്ത്രം പറഞ്ഞിട്ടുണ്ട്, മന്ത്രം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ പറയാ ദൈവം പറഞ്ഞിട്ടുണ്ട്, സ്പേസ് പറഞ്ഞിട്ടുണ്ട്, ഗ്ലാൻസ് പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് വെസൽസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മളൊന്ന് കളർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു സ്പേസ് നമ്മൾ അതിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ റിലേറ്റഡ് ചക്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡിസീസ് കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ നമ്മൾ എന്തായാലും ആയുർവേദത്തിലും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഇനി മുന്നോട്ടും പറയുന്നത്. പക്ഷെ യോഗയുടെ ചെറിയൊരു എന്താ പറയാ കീ പോയിന്റ്സ് കൂടി ഞാൻ തന്നിട്ടേ പോവുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ആസ് എ ഡോക്ടർ ഹൗ യു ഷുഡ് സീ യോഗ, അത്രേ ഉള്ളൂ. നമുക്കിപ്പം യോഗ ആർക്കും പറ്റുമല്ലോ. ഇപ്പോൾ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കും യോഗ പറ്റും. അല്ല ഇനിയിപ്പോ ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് യോഗ എടുക്കണമെങ്കിൽ അങ്ങനെയും പറ്റും. അത് നമ്മൾ വെണ്ടക്ക കൊണ്ട് എന്തും ആവാം എന്ന് പറയുന്ന പോലെ സാമ്പാറിലിടാം, തീയലുണ്ടാക്കാം, മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, അല്ലേ? വെണ്ടക്കയല്ല കാര്യം, ഈസ് നോട്ട് വെണ്ടക്ക. വെണ്ടയ്ക്ക അല്ലേ പ്രശ്നം അവിടെ. നമ്മൾ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ, നമുക്ക് എന്തായിട്ടാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആയുർവേദക്കാർക്ക് യോഗ ഇസ് എ വെരി നൈസ് ടൂൾ. അത് അലോങ് വിത്ത് ദ മെഡിസിൻസ് യോഗയും കൂടി ആവുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം 25-26 വർഷത്തിന്റെ ഇടയ്ക്ക് നന്നായി ഞാൻ യോഗ കൊടുക്കാത്ത പേഷ്യൻസ് ഇല്ല എന്ന് തന്നെ പറയാം. മിനിമം ഞാനൊരു പ്രാണായാമെങ്കിലും ഞാൻ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും. അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ അതും കൂടി അന്നങ്ങ് കൊടുക്കും. നല്ല വ്യത്യാസം വരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഇത് കൂടുതലും ഞാൻ കണ്ടുവന്നത് ഈ അഡോളസെന്റ് കുട്ടികൾ, പേരൻസിനും നാട്ടുകാർക്കും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട്, എനിക്ക് തന്നെ എന്റെ ചെയറിലിരുന്ന് ഞാൻ ഞെട്ടിപ്പോകുന്ന പല കേസും ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നാം. അത് അവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. ഇവിടെ സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ വിൽ നോ ബെറ്റർ. പക്ഷെ എന്നാലും ഒരു ഭയങ്കര ഡേഞ്ചറസ്ലി പോകുന്ന ഒരു ജനറേഷനാണ് ഇപ്പം. അപ്പൊ നമ്മളെ പിള്ളേര് കുറച്ചൊക്കെ ഡീസെന്റ് ആണെങ്കിൽ നമ്മൾ ഷുഡ് താങ്ക് ഗാഡ്. ഇപ്പം ഒരു ഓൺഗോയിങ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ കൂടെ ഉള്ളത് അച്ഛനെ അമ്മേനെ അടിച്ച് ഷേപ്പ് മാറ്റുന്ന മോനാണ്. അവന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് സിമ്പിൾ, ചെറിയ പ്രശ്നമാണ് അവന്. എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അടിച്ച് ഷേപ്പ് മാറ്റി 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയിട്ട് സോറി പറയാ. സ്ഥിരം പരിപാടി. അപ്പം നമുക്കിതൊക്കെ ആലോചിക്കുമ്പം നമ്മൾ ഇങ്ങനെ ഇനി മേലെ അങ്ങ് പൊടി തട്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഏത് ലെവലിൽ വരെ ഇനിയിപ്പം വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു എന്താ പറയാ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണല്ലോ. ആസ് എ ഡോക്ടർ വി ആർ റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഫ്രം വെയർ വി ഷുഡ് സ്റ്റാർട്ട് അവർ സർവീസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഓരോരോ എന്താ പറയാ എൻവയൺമെന്റിന്റെയും ആയുർവേദയുടെയും ചെയ്തുകൊണ്ട് പോയാൽ മതിയോ? അത്രേ ഉള്ളൂ. ടെക്സ്ച്വൽ റെഫറൻസ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് യോഗ തെറാപ്പി കാണാൻ പറ്റുന്നത്? ഒരുപാട് ശ്ലോകങ്ങളുണ്ട് കേട്ടോ. ശ്ലോകങ്ങൾ നമ്മൾ തെറാപ്പിൻ്റെത് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷഡ്ക്രിയാസിൽ തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ഷഡ്ക്രിയാസ് എടുക്കുകയാണെങ്കിൽ തെറാപ്പി അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാണായാമം എടുക്കുകയാണെങ്കിൽ അതിലും തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ശ്ലോകത്തിലും അല്ല കേട്ടോ, ചില ശ്ലോകങ്ങളിലൊക്കെ തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസനാസ് നോക്കുകയാണെങ്കിൽ പലതിലും തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തെറാപ്പി പറഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ മത്സ്യേന്ദ്രാസനം അല്ലെങ്കിൽ മയൂരാസനം നിങ്ങൾ കണ്ടു കാണുമെന്നറിയില്ല. ഈ കൈ ഇങ്ങനെ വയറിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഈ കയ്യിൽ നിൽക്കുന്നതാണ്, ബോഡി ഇങ്ങനെ അതൊരു ടി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. അതില് കദശനഭുക്തം എന്ത് സാധനം കഴിച്ചാലും മയൂരാസനം ചെയ്താൽ മതി, റെഡി. ഏത് ഇൻഡൈജഷൻ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷം കഴിച്ചാലും മയൂരാസനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ചിലവർക്ക് പല സ്ഥലത്തും ബൾബ് എത്തുന്നുണ്ടേ, അത് വേണ്ട. ഓക്കെ, പക്ഷെ മയൂരാസനം ചെയ്യാൻ പറ്റില്ല. അത് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് ആണ്. അപ്പൊ ഒരു മനുഷ്യൻ വന്നു, അല്ലെങ്കിൽ വിപരീതകരണി എന്നൊരു ഇതുണ്ട്. ഏത് ഇതിനും റിവേഴ്സ് ചെയ്യുന്ന പറയുന്നത്, ഏത് പ്രശ്നത്തിനെയും റിവേഴ്സ് ചെയ്യുന്നതാണ് പറയുന്നത് വിപരീതകരണി. സിമ്പിൾ ആണ്. പക്ഷെ ഡയറക്ട്ലി നമ്മൾ വിപരീതകരണി കൊടുത്തിട്ട് കാര്യമില്ല. വി ഷുഡ് ട്രെയിൻ ദാറ്റ് പെർട്ടിക്കുലർ മസിൽ ഓർ ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം ടു ഗോ ഫോർ ദാറ്റ് ആസന. അതാണ് ആദ്യം തന്നെ നേരിട്ട് ഒരു ട്രെയിനറിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ശീർഷാസനം പഠിച്ചാൽ മതി അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ശീർഷാസനം പഠിച്ചാൽ മതി, എനിക്ക് സർവാംഗാസനം കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് സർവാംഗാസനം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഹലാസനം പഠിച്ചാൽ മതി. ഹലാസനത്തിലേക്കോ സർവാംഗാസനത്തിലേക്കോ എത്തിക്കണമെങ്കിൽ ഒരു നോർമൽ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ മിനിമം 6 മാസമെങ്കിലും എടുക്കും. അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യോഗേനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പറയുന്നത് സർവാംഗാസനം ചെയ്തിട്ട് എനിക്ക് കഴുത്ത് പ്രശ്നമായി, അല്ലെങ്കിൽ പദ്മാസനം ചെയ്തിട്ട് എന്റെ മെനിസ്കൽ കെയറായി. അത് പദ്മാസനത്തിന്റെ പ്രശ്നമല്ല. പദ്മാസനത്തിലേക്ക് എത്താനുള്ള ഒരു രീതിയുണ്ട്. അതെല്ലാം അഡ്വാൻസ്ഡ് പ്രാക്ടീസസ് ആണ്. അഡ്വാൻസ്ഡ് പ്രാക്ടീസസിലേക്ക് യോഗ തെറാപ്പിയിൽ പോരുത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
സോ ത്രൂ ടെക്സ്ച്വൽ റെഫറൻസസ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ സെയിം ടൈം പവർഫുൾ ആയിട്ടുള്ളത്, ഓക്കെ, എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ചൂസ് ചെയ്യാം. അത് വിച്ച് വിൽ സപ്പോർട്ട് റെഫറൻസ് സൈഡും, അത് ടെക്സ്ച്വൽ റെഫറൻസിന്റെ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് ബാക്കിയെല്ലാം ചിന്തിക്കുമ്പോൾ അതിന്റെ അനാറ്റമിയും ഫിസിയോളജിയും അതിന്റെ ഒക്കെ ചിന്തിക്കുമ്പോഴും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അർത്ഥം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സെലക്ട്, മേക്ക് യുവർ ഓൺ സെറ്റ് ഓഫ് പ്രാക്ടീസസ്. ഇതിന് ഇത് കൊടുക്കാം, എളുപ്പമാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. മേക്ക് എ സെറ്റ് ഓഫ് തിങ്സ്. എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരു പുസ്തകമായിട്ട് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് ഞാനത് കൊടുക്കും. ഇത് ചെയ്താൽ മതി. ഒരു 100,000 ചെയ്തിട്ട് അപ്പോഴേ ഞാനൊരു യോഗക്കാരനാവും? ഒന്നും വേണ്ട. ഒരു 10 എണ്ണം. യോഗയില് കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടന്റ്. വാട്ട് യു ഡു ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്, ദ കൺസിസ്റ്റൻസി. ഒരു യോഗയാണെങ്കിൽ ഒരു യോഗ സാറ്റർഡേ സൺഡേ ഇല്ലാതെ, ഗവൺമെന്റ് ഹോളിഡേ ഇല്ലാതെ ചെയ്യാം. 10 മിനിറ്റ് ചെയ്യേണ്ട 10 മിനിറ്റ്. ഇതാരും മറക്കാറില്ലല്ലോ. അത്രേ ഉള്ളൂ. ആ ഒരു ആവശ്യം മനസ്സിലാക്കി കൺസിസ്റ്റന്റ് ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% പ്രശ്നങ്ങളും മാറുന്നതായിട്ട് എന്റെ എക്സ്പീരിയൻസിൽ, ഐ ഡോണ്ട് തിങ്ക് സോ 25 years ഇസ് നോട്ട് എ സ്മോൾ ഒരു സ്റ്റഡി ടൈം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് എല്ലാം ഞാൻ എക്സ്പീരിയൻസിൽ തന്നെയാണ്. ഇപ്പൊ നിന്ന് രാവിലെ അനീഷ ഡോക്ടർ പറഞ്ഞ പോലെ കുമ്പളങ്ങ ഞാൻ എഴുതി കൊടുക്കാറില്ല, ഞാൻ കഴിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. എനിക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ രാവിലെയും രാത്രിയും റോ ഫുഡാണ്. പിന്നെ അങ്ങനെ ചില അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമേ ഞാൻ കുക്ക്ഡ് ഫുഡ് കഴിക്കാറുള്ളൂ. ഉച്ചക്ക് മാത്രമാണ് കുക്ക്ഡ് ഫുഡ്. അതിലാണ് എനിക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ മറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈച്ചക്കോപ്പി എന്ന് പറയില്ലേ, ഒരാള് ക്യൂല് നിൽക്കുക ദൈവത്തിനെ കാണാനേ, ഒരു ഹൈ പറയാൻ വേണ്ടി നമ്മളിങ്ങനെ ക്യൂ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ഈച്ച ആ വിളക്കിൽ വീണു. അപ്പൊ അയാൾ ആ ഈച്ചേനെ ഇങ്ങനെ മാറ്റി ഒന്ന് വിളക്ക് ശരിയാക്കി ഇങ്ങനെയാക്കി. ഓക്കെ, അപ്പൊ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആൾ എന്താ വിചാരിച്ച്, ഇതായിരിക്കും ഇവിടുത്തെ നിയമം. ഓക്കെ, ആ വിളക്കിന്റെ അടുത്ത് എത്തുമ്പോ അയാളും ഒന്ന് കൈമുക്കി ഇങ്ങനെയാക്കി. പിന്നെ ബാക്കിൽ വരുന്നവർ മുഴുവൻ വിളക്കിൽ കൈമുക്കുക, തലയിൽ ഒഴിക്കുക, വിളക്കിൽ കൈമുക്കുക. ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അതെന്തിനാ ചെയ്തത്, എങ്ങനെയാ ചെയ്യേണ്ടത്, വൈ ഇറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ. അപ്പോ നമുക്ക് നമ്മുടേതായ ഒരു റൂൾസ് ഉണ്ടാക്കുക. അത് അപ്ലൈയിങ് ഗുഡ് ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതാണ് യോഗ തെറാപ്പി. ഭുജംഗാസനത്തിൽ പറഞ്ഞു, ആ ഒരു വേർഡാണ് ഇതില് സർവ്വരോഗ വിനാശനം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറയോ ഭുജംഗാസനം എളുപ്പമാണ്, കൈ കൊണ്ട് നല്ല ശ്രമിച്ചു. ഇത് കോർ മസിൽ, ഏറ്റവും കൂടുതൽ കോർ മസിലിന്റെ ആവശ്യമുള്ളത് ശരിക്കും ഭുജംഗാസനത്തിൽ കയ്യേ ഇല്ല. ഓക്കെ, പാമ്പ് കൈയൊക്കെ വെച്ചിട്ടാണോ പത്തി വിടർത്തുന്നത്? അല്ല, കോർ മസിൽ കൊണ്ടാണോ കത്തി വിടുന്നത്. അപ്പൊ ഏറ്റവും കോർ മസിൽ 100% ഉപയോഗിക്കണം ഇവിടെ. അതാണ് ഭുജംഗാസനം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേഹാഗ്നിവർദ്ധത്തെ. നമുക്കറിയാലോ, എവിടെ നോക്കിയാലും അഗ്നിയാണ്. നമുക്ക് ഏത് ട്രീറ്റ്മെന്റിലും അഗ്നിയാണ്. നമുക്ക് മെറ്റബോളിസം റിലേറ്റഡ് ആണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അഗ്നി. അപ്പൊ ദേഹാഗ്നിവർദ്ധത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു അസുഖത്തിനെ നന്നായി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, സർവ്വരോഗ വിനാശനം എന്ന് പറയുന്നുണ്ട്. ജാഗ്രതി ഭുജംഗി ദേവി സാധനാ ഭുജംഗാസനം. അതായത് നമ്മുടെ ഭുജംഗി ദേവിന്റെ നമ്മൾ അത്ര ആലോചിക്കേണ്ട. എന്താ വെച്ചാല് അതൊരു കോൺഷ്യസ്നെസിന്റെ ഒരു ലെവലാണത്. എവിടെയൊക്കെയാണ് അങ്ങനെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സുഷുമ്ന നാഡീനെ ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇസ് ലിറ്റിൽ ബിയോണ്ട് ദ മനുഷ്യന്മാരുടെ കഴിവ്. ഇത്തിരി, അതായത് ഈ പറയുന്ന പരിമിതികൾ വിട്ടിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഭുജംഗി ദേവി സാധന എന്ന് പറയുന്നത്. ഉജ്ജയി പ്രണയം എന്ന് പറയുന്നത് കഫാഹാരമാണ്. ഓക്കെ, അതിൽ കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ സർവ്വകാര്യാണ് ഈ സാധയേത്. ഏത് കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചെടുക്കേണ്ടത് നടക്കുന്ന പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഉജ്ജയി പ്രാണായാമം ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. ഒരാഴ്ച പ്രാക്ടീസ് കൊണ്ട് തന്നെ നന്നായി ചെയ്യാൻ പറ്റുന്നതാണ്. കേട്ടോ, കഫരോഗം നഭവേത് കഫരോഗശ്ച. നല്ല റിസൾട്ട് എനിക്ക് ഡയബറ്റീസിന് കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും വിത്ത് ഡയറ്റ് കേട്ടോ. ഓക്കെ, കഫരോഗത്തിന് നല്ലതാണ്. ക്രൂരവായു അജീർണകം. എന്ത് കഴിച്ചാലും വായുവിന്റെ പ്രശ്നം, അജീർണാവുക, ഏറ്റവും ഒരു വെള്ളം കുടിച്ചാലും അതൊരു ഇൻഡൈജഷനിലേക്ക് എത്തുക. ഓക്കെ, ആമവാദത്തിന് ഇത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ടെക്സ്ച്വൽ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പൊ ഞാൻ ഓരോന്നോരോന്ന് ഓരോരോ സ്ഥലത്തങ്ങ് പിക്ക് ചെയ്തു എന്നില്ല. ആസനന്റെ ഒന്ന് പിക്ക് ചെയ്തു, പ്രാണായാമന്റെ ഒന്ന് പിക്ക് ചെയ്തു, ഷട്ക്രിയെന്ന് ഒന്ന് പിക്ക് ചെയ്തു. ഓക്കെ, ഇത് ധൗത്യാണ്, വസ്ത്രധൗത്യം. ഇപ്പൊ പറഞ്ഞതുപോലെ
ഭയങ്കര ബുദ്ധിമുട്ടാണ് വസ്ത്രധോതി. ചെയ്ത് കണ്ടിട്ടുണ്ടോ? വസ്ത്രം കഴിക്കാം ഒരു 6.5 മീറ്റർ, അതായത് ഒരു സാരിന്റെ നീളം. ഓക്കെ, നമ്മള് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നയാണിത്. ആദ്യത്തെ ഒരാഴ്ച അയ്യോ സങ്കടം, ഒരാഴ്ച മുമ്പ് തന്നെ ടെൻഷൻ തുടങ്ങും. വസ്ത്രധോതിന്റെ ദിവസമാണ്. ഒരു 3 ഇഞ്ച് വീതി, 6.5 സെന്റിമീറ്റർ നീളം. ഓക്കെ, അവസാനം 2 വർഷത്തെ MSc കഴിഞ്ഞ് പോകുമ്പോൾ സുഖമായിട്ട് വസ്ത്രധോതി ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം. ഒരു ക്ലാസ്സിൽ 60 പേരാ, 60 പേരും ബുദ്ധിമുട്ടില്ലാതെ വസ്ത്രധോതി ചെയ്യും. നല്ല എഫക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ എത്രത്തോളം അപ്ലിക്കബിൾ ആണ് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്നുള്ളത്, അപ്പൊ ആ യോഗയോടുള്ള അത്രയും ഉള്ള ആൾക്കാർ മാത്രമേ ഇത് ട്രൈ ചെയ്യുള്ളൂ. ഓക്കെ, ഉണ്ടോ? ഗുൽമ, ജ്വര, പ്ലീഹ, ഓക്കെ, സ്പ്ലീൻ ഡിഫിക്കൽട്ടീസിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നതാണ്. കുഷ്ഠ, കഫ, കുറെ കാലമായിട്ട് സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്റ്റീറോയിഡ് ബേസ്ഡ് ആയിട്ട്, സ്റ്റീറോയിഡ് കൊടുത്തിട്ട് 8 വർഷമായിട്ട് സ്റ്റീറോയിഡ് എടുക്കാം. എലർജി ഒരു ദിവസം വിട്ടാ ബുദ്ധിമുട്ടാ, ചോറിഞ്ഞ് തടിച്ച് ആളെ മാറിപ്പോകുന്ന ഒരു കണ്ടീഷൻ. ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു. അങ്ങനത്തെ ഒരു കുട്ടിക്ക് കൊടുത്തതാണ്. പക്ഷെ വസ്ത്രധോതി കൊടുത്ത് പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് പറ്റാതെയായി. പിന്നെ നമ്മള് വസ്ത്രധോതി മാറ്റി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നന്നായിട്ട് പിത്തം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ജലവസ്തി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ജലവസ്തി സാധാരണ ടെക്സ്റ്റിൽ പറയുന്നത് മുങ്ങിക്കിടക്കണം എന്നൊക്കെയാണ്. നമ്മുടെ അരഭാഗം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, പിന്നെ കെഗൽസ് ഒരു പ്രൊസീജിയർ കൊണ്ട് അതിന് വെള്ളം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ ഈ നാച്ചുറോപ്പതിക്കാരൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു സിറിഞ്ചില് വെള്ളമോ ലൂക്ക് വാം വാട്ടറോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമായാലും മതി, അത് ഉപയോഗിക്കാം. ജലവസ്തിയായിട്ട് നമുക്ക് എടുക്കാം. നല്ല റിസൾട്ടാ. ബാക്ക് പെയിൻ പോലത്തെ അസുഖങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ജലവസ്തി. പ്രമേഹം, ഉദാവർത്തം, ക്രൂരവായു നിവാരയത്, നമുക്ക് വാതഹര എഫക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ജലവസ്തി ഉപയോഗിക്കാം. ഓക്കെ, നൗളി, സർവരോഗ നിഹന്തി ദേഹാനല വിവർധനം, അത് അബ്ഡമിനൽ മസിൽസിനെ മൂവ് ചെയ്തിട്ട്, നൗലി എന്ന് പറയുന്നത് അബ്ഡമിനൽ മസിൽസിനെ മൂവ് ചെയ്തിട്ട് ഇന്റേണൽ ഓർഗൻസിന് ഒരു മസാജ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ചെയ്യണം. അതും പ്രാക്ടീസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നൗലി. നമ്മുടെ രാംദേവ് മഹാരാജ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വയറുകൊണ്ടുള്ള ഒരു കസരത്ത്, അതാണ് നൗലി. അങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നുള്ള അത് തന്നെയാണ് നൗലി. ഓക്കെ, ഈ അബ്ഡമിനൽ അതിന്റെ ഇനീഷ്യൽ ലെവൽ പറയുന്നത് വേഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഓരോരോ ഓർഗൻസിനെയും മസ്കുലേച്ചറിനെ ഒന്ന് ബെറ്റർ ആക്കാം, മസിൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന എന്താണോ വാട്ട് എവർ എൻസൈംസ് ക്രിയേറ്റഡ് ഓർ ഹോർമോൺസ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന എന്തെന്നൊക്കെയാണോ അത് പെർഫെക്റ്റ് ആവുന്നു എന്നുള്ളതാണ് കൂടുതൽ സ്റ്റഡീസും പറയുന്നത് ദാൻ ദീസ് വേഗസ് നെർവ് ആക്ടിവേഷൻ. കമ്പാരിറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പൊ ഏതാണെങ്കിലും, ഇപ്പൊ വയറിലുള്ള എൻസൈംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാൻക്രിയാസ് എന്നുള്ള എൻസൈംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിയോഡിനത്ത് എന്നുള്ള ബൈലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് കെമിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഫൈൻ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല എന്നല്ല, നമുക്ക് ജനറൽ ആണ്. ഇൻഡൈജഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് അബ്സോർപ്ഷൻ, നമ്മൾ ഭയങ്കര ജനറലൈസ്, ഞാൻ പറയുന്ന പോലെ ഭയങ്കര മേലേന്ന് പൊടിതട്ടലാണ് നമ്മുടെ പരിപാടി. കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ നോക്കി തുടങ്ങുമ്പോഴാണ് ഏത് ലെവലിലാണ് ഈ അയൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, കാൽഷ്യം ടാബ്ലറ്റ്. ഇപ്പൊ മിക്കവരും ഒന്ന് നോക്കിക്കോ, അയൺ എടുക്കുന്നുണ്ട്. സപ്ലിമെന്റ്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാലമാണ് ഇപ്പം. അയൺ എടുക്കുന്നുണ്ടോ? ഉണ്ട്. മെഗ്നീഷ്യം, മാംഗനീസ്, സെലീനിയം, ഒരാൾ എടുക്കുന്ന കെമിക്കൽസ് ആണ് ഇതൊക്കെ, എല്ലാം സപ്ലിമെന്റ്സ് ആണ്. എന്നാൽ അയണും കാൽഷ്യം ഒരുമിച്ച് എടുക്കണ്ടെന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കുക. അയണും കാൽഷ്യമും എടുക്കുന്ന ഡോക്ടേഴ്സിനോട് അല്ല എടുക്കുന്ന പേഷ്യൻസിനോട് ഒന്ന് ചോദിക്കുക, ഡോക്ടർ എന്താ പറഞ്ഞത്, എപ്പോ അയൺ എടുക്കണം എന്നാ പറഞ്ഞത്, എപ്പോ കാൽഷ്യം എടുക്കണം എന്നാ പറഞ്ഞത്? ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല അയണും കാൽഷ്യം ഒരുമിച്ച് എടുക്കാൻ പാടില്ല എന്നുള്ളത്, ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഡോക്ടർക്ക് അത് എഴുതുക എന്നുള്ളത് മാത്രമാണ് പരിപാടി. ഒരിക്കലും രണ്ടും ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ചെറിയൊരു കാര്യം, നമ്മുടെ ചിക്കു ഷേക്ക് നമ്മളും കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നമ്മളും കഴിക്കും, പിള്ളേർക്കും കൊടുക്കും. ചിക്കു ഷേക്ക് അയണും ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ആ കാൽഷ്യം നല്ല ലെവലിൽ നന്നായിട്ട് പാൽ ഒഴിച്ചിട്ടേ കൊടുക്കും, എന്ന് വെച്ചാൽ പാൽ അത്രയും കുഞ്ഞിന്റെ വയറ്റിൽ പോകണം. അയൺ കാൽഷ്യമിനെ ബ്ലോക്ക് ചെയ്യും, കാൽഷ്യം അയണിനെ ബ്ലോക്ക് ചെയ്യും. അയൺ ഈസ് നോട്ട് ബീൻ അബ്സോർബ്ഡ്, കാൽഷ്യം ഈസ് നോട്ട് ബീൻ. പക്ഷെ കടക്കാരന് ചിക്കു അത്രയും വിറ്റ് കിട്ടി, മിൽമക്കാർക്ക് പാൽ അത്രയും വിറ്റ് കിട്ടി.
അപ്പൊ ഈ ഇത് ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ബ്ലോക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് വേണ്ട, നമ്മളെ പിള്ളേർക്കെങ്കിലും അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അത് വലിയൊരു നോളജ് ആണ്. ബ്ലോക്ക് ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി, എന്താണ് ഏതിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നൗലീന്റെ കഥ അതാണ്. ഓക്കെ, ഞാൻ പറയാതെ പോവാറില്ല ഏത് ക്ലാസ്സിലും. നമ്മൾ എത്രത്തോളം ശ്വാസത്തിനെ ഇമ്പോർട്ടന്റ് ആയി കരുതുന്നു. ഒരു പഴയ ഇന്ന് രാവിലെ ഞാൻ മോളോട് പറഞ്ഞതാ, ഒന്ന് അതിന്റെ ഇടയ്ക്കൊന്നതും കേട്ടിടണം, അതെന്നെ കാണാനൊരു എന്താ പറയാ വ്യത്യാസം. ഓക്കെ, നമ്മളെല്ലാരും ശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് ശ്വസിക്കുന്നുണ്ട്? പറവൂർ ഏരിയയില് ഉത്തരവാദിത്തപ്പെട്ട ഒരാളായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയായിരുന്നു ശ്വാസം എടുക്കുന്ന കാര്യം. എപ്പോഴാ ശ്വാസം എടുക്കുന്ന കാര്യം നമ്മളിപ്പോ ഇന്ന് ആലോചിച്ചത്? ഞാനിപ്പോ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ ശ്വാസം എടുക്കുന്ന കാര്യം ആലോചിച്ചത്. അപ്പൊ ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ബ്രെയിൻ ആക്ടിവിറ്റി, ബ്രെയിനിന്റെ സെന്റർ വ്യത്യാസമാണ്. ഒന്ന് വോളണ്ടറി ബ്രീതിങ്ങും ഒന്ന് ഇൻവോളണ്ടറി ബ്രീതിങ്ങും. അപ്പൊ വോളണ്ടിയർലി ബ്രീത് ചെയ്യണമെങ്കിൽ, അതായത് ശ്വാസം എടുക്കൂ, ദീർഘശ്വാസം എടുക്കൂ, നന്നായി ശ്വാസം വിടൂ, ദാറ്റ്സ് എ ഡിഫറെന്റ് ബ്രെയിൻ ഏരിയ. അതായത് എഗെയിൻ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇനിയിപ്പോ നമ്മുടെ ഈ കലാപരിപാടികളിലൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊന്നും ഓർക്കാനുള്ള സമയം നമുക്കില്ല. അറിയാതെ തന്നെ ശ്വാസം എടുക്കും വിടുകയും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഫ്രം പ്രിമിറ്റീവ് ബ്രെയിൻ. രണ്ടും ഡിഫറെന്റ്. നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന പോലെ കാസർഗോഡും കൊച്ചിയും കിടക്കുന്ന പോലെ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ തന്നെ ഉള്ളൂ. ഓക്കെ, ആരോഗ്യത്തിനും പിന്നെ നമ്മുടെ കൂടുതൽ ക്രിയേറ്റീവ് കാര്യങ്ങളും പിന്നെ നമ്മുടെ അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അവയർനെസ് ആണ് എപ്പോഴും നല്ലത്. ഈ അവയർനെസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വോളണ്ടിയർ ബ്രീതിങ് ആണ്. ഈ വോളണ്ടിയർലി ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? എന്താണ് നമ്മൾ അറിയാതെ ബ്രീത്ത് ചെയ്യുന്നതും അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്നതിന്റെയും വ്യത്യാസം? ഒരു കാര്യം അറിയാതെ ചെയ്യുന്നതും പഠിക്കാതെ ആയുർവേദം ചെയ്യുന്നതും വ്യാജനായി ചെയ്യുന്നതും പഠിച്ച് മനസ്സിലാക്കി ഒരു ആയുർവേദം ചെയ്യുന്നതിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. അപ്പൊ അറിഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നതും അറിയാതെ ബ്രീത്ത് ചെയ്യുന്നതിലും എന്തായിരിക്കും വ്യത്യാസം? ഒന്ന് ഉത്തരം പറയൂ. ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുള്ളതെങ്കിലും ആവുമല്ലോ, പറയൂ. അല്ലെ കാസർഗോഡേക്ക് കേട്ടില്ല, പറഞ്ഞോ. എന്താണ് അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്നതും അറിയാതെ ബ്രീത്ത് ചെയ്യുന്നതിലും നമ്മളിൽ എന്താണ് നമ്മളെ വ്യത്യാസം? ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ശ്വാസം എടുക്കാൻ പറ്റും. അതായത് കൂടുതൽ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ ബ്രീത്ത് ചെയ്യുമ്പോൾ കുറവായിരിക്കും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ബ്രീത്ത് ചെയ്യുന്നുണ്ടോന്നേ അറിയില്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. മാക്സിമം അറിയാതെ ആവുമ്പോൾ അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അറിയാം? നമ്മൾ ഈ അറിയാതെ ബ്രീത്ത് ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ അറിയാതെ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ലെങ്ത് എന്നറിയോ? നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഞാൻ വെറുതെ ഒന്നതിങ്ങനെ മുമ്പിൽ കൊണ്ടിട്ടുന്നേ ഉള്ളൂ. ഓ, അറിയാതെ ബ്രീത്ത് ചെയ്യുമ്പോഴോ? ഓ, കപ്പാസിറ്റി ഒക്കെ എന്തുണ്ടെന്നറിയോ? ഒരുപാടുണ്ട്. അതിന്റെ ഒന്നും എടുക്കുന്നൊന്നുമില്ല അറിയാതെ ബ്രീത്ത് ചെയ്യുമ്പോൾ. അറിയാതെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളെ പരിപാടി ഏതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നറിയോ? നമ്മുടെ തോട്ട്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ? തെറ്റാണോ? നല്ല ടെൻഷൻ ആണെങ്കിൽ അതാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഭയങ്കര ഷോർട്ട് ബ്രെത്ത്സ് ആയിരിക്കും നമ്മള്. അപ്പൊ എന്താ ചെയ്യേണ്ടെന്നറിയാം? ഈ അവയർനെസ് കൂട്ടാ. അവനവന്റെ നോക്കാൻ എന്തായാലും പറ്റില്ല. നമ്മള് ശീലം അതാണല്ലോ. അവനവന്റെ വീടിന്റെ അകത്തൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നടക്കുന്നതെങ്കിൽ നോക്കാലോ. അതല്ലേ നമ്മുടെ രീതി. അപ്പൊ അടുത്തുള്ള ആള് എപ്പോഴും വാച്ച് ചെയ്യാം. എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നത്, സമാധാനത്തിൽ എങ്ങനെയാ. ഒരു കുട്ടികളുടെ ബ്രീത്ത് ഒക്കെ ശ്രദ്ധിക്കുക. ഭയങ്കര കാമായിരിക്കും ശരിക്കും പറഞ്ഞാൽ, ഓടിക്കളിക്കുന്നില്ലെങ്കിൽ. പ്രായമുള്ള ആൾക്കാരുടെ ഭയങ്കര ഷോർട്ട് ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. ബ്രെത്ത് വിൽ ബി വെരി ഷോർട്ട് ആൻഡ് വെരി ഫാസ്റ്റ്. എന്ന് വെച്ചാൽ തോട്ട്സ് കൂടുതലാണേ. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണോ തോട്ട് അതിനനുസരിച്ച് ബ്രീത്തിന് വ്യത്യാസം വരും.
അപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ തന്നെ വ്യത്യാസം വരും. അതല്ല ഭംഗിയാ. ഒരു സ്വരയോഗ എന്നുള്ളൊരു ബുക്ക് ഉണ്ട്, അതില് ഫുള്ള് ബ്രീത്തിനെ കുറിച്ചാണ്. ഒരു പുസ്തകം മുഴുവൻ ബ്രീത്തിനെ കുറിച്ചാണ്. നമ്മളെ ചിന്തയിനനുസരിച്ച്, നമ്മുടെ ത്രിദോഷനുസരിച്ച് എല്ലാം ബ്രീത്തിന്റെ ലെങ്തിനനുസരിച്ച് എന്താ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അത്രക്കും ഡീറ്റെയിൽസ് ആണ് സ്വരയോഗയിലുള്ളത്. ഒരു മിനിറ്റിൽ നിങ്ങളൊക്കെ എത്ര ബ്രീത്ത് എടുക്കുന്നു? WHO പറഞ്ഞ പ്രകാരം ഒന്നും ആരും പറയണ്ട, അവനവൻ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാമോ? അപ്പുറത്തെ വീട്ടിലെ ആളെ കുറിച്ച് അറിയാം, അപ്പുറത്തെ വീട്ടിലെ കുറിച്ച് അറിയാമോ? അതറിയാം. അവനവന്റെ ബ്രീത്ത് പെർ മിനിറ്റ് എത്രയാണ് അതറിയണം. ഇന്ന് വീട്ടിൽ പോയിട്ടുള്ള ഹോംവർക്ക് ആണത്. ഓക്കെ, ഹോംവർക്ക് നമ്പർ 1. പെർ മിനിറ്റ് എത്ര ബ്രീത്ത് ചെയ്യുന്നു? അഗെയിൻ ഇറ്റ് വിൽ ഡിഫർ. എന്താന്ന് വെച്ചാ ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യാണല്ലോ, അപ്പം അത് വോളണ്ടറി ബ്രീത്തിങ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? ഇങ്ങനെയാണ് എണ്ണ. ഓക്കെ, അപ്പം ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക, ഏൽപ്പിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ ഞാൻ ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് ചെയ്യുന്നു ഒന്ന് എണ്ണിത്തരണേ എന്നറിയാം. അപ്പൊ അറിയാം നിങ്ങളുടെ ബ്രീത്ത് പെർ മിനിറ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ബ്രീത്ത് പെർ മിനിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അതിനനുസരിച്ചാണ് ലൈഫ് സ്പാൻ. ഓക്കെ, തലയിൽ ചക്ക വീണിട്ട് ചത്താൽ ഈ ടേബിളിൽ അത് വരില്ല കേട്ടോ. സാധാരണ ശ്വാസം എടുത്തിട്ട് ഒരാളുടെ ഹെൽത്തിനെ കുറിച്ചാണ് ഈ ഒരു ടേബിൾ പറയുന്നത്. അതായത് ബ്രീത്ത് പെർ മിനിറ്റ് സ്മോൾ ആണെങ്കിൽ ആരോഗ്യം നന്നായിരിക്കും. ബ്രീത്ത് പെർ മിനിറ്റ് നമ്പർ സ്മോൾ ആണെങ്കിൽ ആരോഗ്യം ബെറ്റർ ആവും, ലൈഫ് സ്പാൻ കൂടും. ഇതിപ്പോ നോർമലി വെയിൽസ് അത്രയും ജീവിക്കുന്നു കേട്ടോ, പക്ഷെ അവര് ബ്രീത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് ബി ബ്രീത്തിങ് വെരി, കപ്പാസിറ്റി ഉണ്ടല്ലോ, ഉപയോഗിക്കൂ. ഫ്രീ ആയിട്ടാണല്ലോ ഇപ്പം. നാളെ പേ ചെയ്തിട്ട് ഓക്സിജൻ എടുക്കേണ്ടി വന്നാൽ നമുക്ക് ചുരുക്കാം. അത്ര വരെ നമുക്ക് എത്ര കെമിക്കൽ ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോ ആരോഗ്യം നന്നാവുന്നു. വൈ? അതാണ് സത്യം. നമ്മൾ നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ ആരോഗ്യം നന്നാവുന്നു. ആ സത്യം എവിടെയാ കിടക്കുന്നത്? വാട്ട് ഇസ് ദ ഫിസിയോളജി ബിഹൈൻഡ് ഇറ്റ്? നോർമലി ചലേവാതം ചലം ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത് യോഗി സ്ഥാണുത്വമാപ്നോതി യഥാ വായും നിരോധേത്. ചലേവാതം ചലം ചിത്തം, ചിത്തം ബിക്കംസ് ഡിസ്റ്റർബ്ഡ് കംപ്ലീറ്റ്ലി. ആ മൈൻഡ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് എല്ലാം കൂടി അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും. മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കണം. ഒരു ശാന്തമായി ഇരിക്കുന്ന ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണോ? ഫാസ്റ്റ് ആയിട്ട് അങ്ങ് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഒരു കളി കളിച്ചു നോക്കാം എന്നിട്ടൊന്നും ഫാസ്റ്റ് ആയിട്ട് അങ്ങ് ബ്രീത്ത് ചെയ്യിപ്പിച്ചാൽ മതി. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് ഇല്ലാത്ത തോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങും, പേടി വരാൻ തുടങ്ങും. അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഞാൻ പറയുന്നതൊക്കെ ഒന്നും വിഴുങ്ങരുത്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അതുമല്ല ഇപ്പൊ നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കാം. ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഫോർ നോ റീസൺ തോട്ട്സ് ചറ എല്ലാ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഒരു ആളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ് us ബ്രീത്ത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഓക്കെ നമുക്ക് ശ്വാസം എടുത്ത് കളിക്കാം. നമ്മളിട്ട് മതി, അല്ലേ? ഇരിക്കുക. കൂടെ ഇരുന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഇരുന്ന് സ്നേഹത്തോടെ കേട്ടോ എടുക്കണം, മെല്ലെ എടുക്കണം. അങ്ങനെ ഓക്കെ, മയത്തിലൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് ശ്വാസം എടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ നന്നായിട്ട് കാമായിട്ട് ശ്വാസം എടുക്കാം. തോട്ട്സ് വന്നോ, പേടിച്ചോ, ഓർമ്മ വരും ഉണ്ടാവില്ല. സോ അതാണ് ഈ ശ്ലോകം പറഞ്ഞത്. ചലേവാതം ചലം ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത് യോഗി സ്ഥാണുത്വമാപ്നോതി എന്നാണ്. വേണ്ട മോക്ഷം വരെ കിട്ടുന്നതാണ്. വായു മാത്രം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാതെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അധികം നോക്കേണ്ടി വരില്ല, മോക്ഷം അപ്പൊ തന്നെ കിട്ടും. ഓക്കെ, സോ അങ്ങനെ എടുത്ത ശ്വാസത്തിനനുസരിച്ചിട്ടാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് പോയി കിട്ടണമെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല തോട്ട്സിൽ ജീവിച്ചാൽ മതി, ടെൻഷൻ അടിച്ച് ജീവിച്ചാലും മതി. ഓക്കെ, അപ്പോ സിംറ്റംസിനനുസരിച്ചിട്ട് ഒരുപാട് ശ്ലോകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യേന്ദ്രാസന, സൂര്യഭേദന പ്രാണായാമ, ഇതൊക്കെ വേദന കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡിൽ നിറച്ചിങ്ങനെ കുത്തി നിറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എഴുതി പോയതാണ്. മത്സ്യേന്ദ്രാസന വേദനയ്ക്ക് നല്ലതാണ്. അഖണ്ഡ പ്രചണ്ഡ രുക് മണ്ഡലാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഏറ്റവും വലിയൊരു വേദനേനെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് മത്സ്യേന്ദ്രാസനം. സൂര്യവേദന വാതാഹര ആയതുകൊണ്ട്
പിന്നെ ബേണിംഗ് സെൻസേഷൻ, കൂളിംഗ് പ്രാണായാമ എന്ന് പറയുന്നത്, ശീതലി ആൻഡ് ശീതകാരി. ഭയങ്കര എളുപ്പമുള്ളൊരു സാധനമാണ്. പക്ഷെ ഇതിന്റെ ഫങ്ഷനിങ് ഭയങ്കര രസമാണ്. അനാവശ്യമായിട്ടുള്ള വിശപ്പ് കഴിച്ചിട്ടേ ഉള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എനിക്ക് വിശന്നു. ഓക്കെ, അങ്ങനത്തെ ക്ഷുത്രിട്ട് പിപാസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശീതലി ശീതകാരി പറയുമ്പോൾ. ഇൻഡൈജഷൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മയൂരാസനം. പക്ഷെ മയൂരാസനം ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മയൂരാസനം പ്രാക്ടീസ് ചെയ്യാൻ പറയാം, ഇങ്ങനത്തെ ഇൻഡൈജഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ. റെസ്പിറേറ്ററി പ്രശ്നങ്ങൾക്കൊക്കെ ഭസ്ത്രിക, ഉജ്ജായി കഫഹരമാണ്. അത് അഗെയിൻ നമ്മൾ അസസ് ചെയ്യുമ്പോൾ നോക്കണം. റെസ്പിറേറ്ററി പ്രശ്നം എന്ന് പറയുന്നത് കഫം നിറഞ്ഞിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൊണ്ടാണോ ആ ഒരു ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നത്? ഓക്കെ, രണ്ടും ഒരേപോലെയാ കാണുക അല്ലെ? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ഇൻസഫിഷ്യൻസി. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലും അങ്ങനെ കഫം ഒന്നും കാണണമെന്നില്ല, നോട്ട് നെസസറി. പക്ഷെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അകത്തുണ്ടെങ്കിൽ, ഒരു അലർജി കാരണം ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മതിയാവില്ല, നമുക്ക് എടുത്ത് വീണ്ടും വീണ്ടും എടുക്കാൻ തോന്നും. അപ്പൊ അവിടെ കഫം കളയേണ്ട കാര്യമില്ല, ഇൻഫ്ലമേഷൻ കുറയ്ക്കുക വേണ്ടു. ഒക്കെ ഭസ്ത്രിക എന്ന് പറയുന്നത് ത്രിദോഷഹരയാണ്. ഭസ്ത്രിക ഇസ് ത്രിദോഷഹര. ഇതും നല്ല പിയേഴ്സിങ് എഫക്റ്റാ, ഭയങ്കര നല്ല എഫക്റ്റ് ആണ്. ഭയങ്കര നമുക്ക് അതിശയം തോന്നിപ്പോയി ഭസ്ത്രിക കൊടുത്തിട്ട് വ്യത്യാസം കാണുമ്പോൾ. ഒരുപാട് പല സിസ്റ്റത്തിലും നമുക്ക് ത്രിദോഷഹര ആയതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അത്ര വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഭസ്ത്രിക കൊടുത്തു. പക്ഷെ കൊടുക്കുമ്പോൾ ഒന്ന് ബി പി എല്ലാം ഒന്ന് ഇത്തിരി ശ്രദ്ധിക്കണം. ഒന്ന് ബി പി ഒക്കെ നോക്കിയിട്ട്, ഭയങ്കര ഹൈ ബി പി ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഭസ്ത്രിക കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ ഒരു ഡിബേറ്റിൽ ഒരാൾ പറഞ്ഞു ഗ്ലൂക്കോമ കേസിൽ ഭസ്ത്രിക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രഷർ കൂട്ടുന്നുണ്ട്, കണ്ണിലേക്കുള്ള പ്രഷർ കൂട്ടുന്നുണ്ട്. അതൊന്ന് ചെയ്ത് നോക്ക്, ചെയ്ത് നോക്കിയിട്ട് പറയാ കണ്ണിലേക്ക് പ്രഷർ കൂടുന്നുണ്ടെന്ന്. കണ്ണിലേക്ക് പ്രഷർ ഒന്നും കൂടുന്നൊന്നുമില്ല. ഭസ്ത്രിക കൊണ്ട് വ്യത്യാസം വന്നവരുണ്ട് ഗ്ലൂക്കോമക്ക്. ഗ്ലൂക്കോമ കുറെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂട്ടോ യോഗ വഴി, ഭയങ്കര നല്ല എഫക്റ്റ് ആണ്. പിന്നെ ഭസ്ത്രിക, ഉജ്ജായി. ഫീവറിൽ മയൂരാസന ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫീവറിന് നമ്മളിപ്പോ വൈറൽ കണ്ടീഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ സൂര്യവേദന നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫെറ്റീഗ് ശവാസന. ഫെറ്റീഗ് വേറെയും പല കേസിലും ഫെറ്റീഗ് ഉള്ള സ്ഥലത്ത് വേറെ യോഗാസനാസ് പറഞ്ഞിട്ടുണ്ട്. ഐ ഡിസോർഡേഴ്സിന് ത്രാട്ടക്കയും നേത്തിയും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, ത്രാട്ടക്ക ആൻഡ് നേത്തി. പക്ഷെ ഇതിന്റെ ഫൈനൽ എഫക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റ് തന്നെ, ഏറ്റവും മാക്സിമം ത്രാടകയും കൊണ്ട് നേത്തിയും കൊണ്ട് കിട്ടുന്ന ദിവ്യദൃഷ്ടി പ്രസാദം, അതായത് ദിവ്യദൃഷ്ടിയിലേക്ക് എത്തുന്നുള്ള. ദിവ്യദൃഷ്ടി ഈസ് ലൈക്ക് ബിയോണ്ട് അവർ നമ്മൾ റീച്ച്. ഈ പറയുന്ന 20,000 to 20 to 20,000 ഹെർട്സിന്റെ ആ കഥ പറഞ്ഞ പോലെ തന്നെ ദിവ്യദൃഷ്ടി വരെ കിട്ടും എന്നുള്ള അത്രയും എഫക്റ്റ് ഉണ്ട് ത്രാടകക്കും നേത്തിക്കും. നേത്തി എന്ന് പറയുന്ന സാധനം എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാം. ആദ്യത്തിന് ബുദ്ധിമുട്ടായിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു മൂക്കിലെ കൂടി വെള്ളം എടുക്കാം, അടുത്ത മൂക്കിലെ കൂടി എടുക്കാം. എന്താവാനാ, ഈ ഒരു പാസേജ് അല്ലേ ക്ലിയർ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് ബുദ്ധിമുട്ട്, ഡെയിലി വേണ്ട, അല്ല ആഴ്ചയിൽ ഒരു തവണ നേത്തി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കാത്തറ്റർ കൊണ്ടും അല്ലെങ്കിൽ സൂത്രം കൊണ്ടും, അതായത് ഒരു ത്രെഡ് കൊണ്ടും നമുക്കത് ചെയ്യാം. അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അത് ചെയ്യുമ്പം ഭയങ്കര ക്ലാരിറ്റിയാണ് നമുക്ക്, മൂക്കല്ല ഓവറോൾ. എന്തൊരു ക്ലാരിറ്റിയാണെന്നറിയോ? ഇന്നിപ്പോ പോണോ, മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, പോണോ, പോയാൽ മഴ വന്നാലോ, നനയോ, ഈ ആകെ ഒരു ഞായറാഴ്ച കിട്ടുന്ന കിടന്ന് ഉറങ്ങല്ലാതെ ഫുൾ കൺഫ്യൂഷൻ. പോയാല് എല്ലാരും കാണാം, പോയില്ലേലോ നല്ലൊരു റെസ്റ്റ്. എല്ലാ കാര്യത്തിനും ഇതാ ഒരു 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 വ്യവസ്ഥ ഇല്ലാതെയാ അല്ലേ? ഫുൾ കൺഫ്യൂഷനാ. അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണോ? അല്ല, ഞാൻ കൺഫ്യൂസ്ഡ് എന്നല്ല, ഞാൻ ഭയങ്കര ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൺഫ്യൂഷൻ. നമുക്ക് വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, പോണോ വേണ്ടയോ, ഇരിക്കണോ നിൽക്കണോ, ചെയ്യണോ, കൺഫ്യൂഷനാണ്. അതാണ് ശരിക്കും ഫിസിക്കൽ പ്രശ്നത്തിനേക്കാളും പ്രശ്നം. ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് ത്രാട്ടക ആൻഡ് നേത്തി, ഭയങ്കര ക്ലാരിറ്റി. ഓക്കെ, ഇത് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് യോഗ കൊടുക്കാം. ഒരു മെറ്റബോളിക് ഇപ്പൊ നമ്മൾ പറഞ്ഞ PMOS എന്ന് പറഞ്ഞു, PCOD ഇപ്പൊ മാറ്റിയിട്ട് PMOS ആക്കിയ പോലെ, അതും മെറ്റബോളിക് ആണ്. തൈറോയിഡിസം മെറ്റബോളിക് ആണ്, ഡയബറ്റിസ് മെറ്റബോളിക് ആണ്. പിന്നെ ഇനിയിപ്പോ ആയുർവേദം എന്ത് പ്രൂവ് ചെയ്യാനാ? നമുക്കെല്ലാം അഗ്നിയാണ് അല്ലേ? ഇപ്പൊ എല്ലാം അവസാനം വന്ന് ചേരുന്ന എവിടെയാ? മെറ്റബോളിസത്തിലാണ്. അവസാനം എന്താ? ഭക്ഷണമാണ്. കഴിച്ചതും
കഴിക്കാത്തതും കൂടുതൽ കഴിച്ചതുമാണ് ഈ കാണുന്ന രോഗങ്ങളെല്ലാം. അതൊന്നും നമ്മൾ അവയർനെസ് കഴിക്കണ്ടെന്ന് പറയുന്നില്ല. ആകെ ഒരു ജീവിതമുണ്ട്, എന്നിട്ടാണ് മന്തി കഴിക്കണ്ടെന്ന് പറയുന്നത്. കഴിക്കണ്ടെന്ന് പറയുന്നില്ല, അറിവ് ഉണ്ടാക്കുക. ഈ കഴിച്ചാൽ എന്താണ് ദൂഷ്യഫലം, എന്താണ് നല്ല ഫലം, വാട്ട് ഇസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്. അത്ര അറിവ് മാത്രം മതി. കഴിക്കണ്ടെന്ന് പറയുന്നില്ല, താനേ നന്നായിക്കോളും. അറിവ് കിട്ടിയാൽ താനേ നന്നായിക്കോളും. നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ഫീഡിങ്? ആരെയാണ്? ഓക്കെ, നല്ല ഭംഗിയില് യോഗയിൽ ഒരു ശ്ലോകം പറയാണ്, മിതാഹാരത്തിന്റെ ശ്ലോകം. ഇതൊക്കെ അറിയോ? അറിയില്ല. മിതാഹാരത്തിന്റെ ഒരു ശ്ലോകം പറയുന്നുണ്ട്, ശിവസംപ്രീത്യൈ എന്നാണ്. ആ ഒരു വേർഡാണ്. ഓക്കെ, ശിവസംപ്രീത്യൈ, അതായത് ശിവന് കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല പറയുന്നത്. ശിവൻ, വാ, ഞാൻ അല്ലാത്ത ഒരു സാധനം ഇവിടെ ഉണ്ട്. ഞാൻ ആരാ? നമുക്ക് അങ്ങേറ്റം പോയേ, ഒരു രസം. ഞാനാരാ? വൃന്ദ. ഞാനാരാ? ഡോക്ടർ. ഞാനാരാ? 25 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഞാനാരാ? പഠിപ്പിക്കുന്ന ആള്. ഞാനാരാ? 2 പിള്ളേരെ അമ്മ. ഞാനാരാ? കാസർഗോഡുകാരി. ആണോ? യോഗ അവസാനത്തെ ചോദ്യമാണത്. ആണോ? ആദ്യത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം അതാണ്. ആണോ? ദൃശ്യം ദൃക്കും 2 സാധനമാണ്. രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് ആണ്. ഞാൻ സീയർ ആണ്. ഞാൻ ഈ ബാക്കി മൊത്തം ഈ പ്രവർത്തിക്കുന്ന ലേബറേഴ്സ് ആണ്. ശരിക്കും ഈ പറഞ്ഞതൊക്കെ എൻ്റെ ജോലിയും എൻ്റെ സ്റ്റാറ്റസ് ഒക്കെയാണ്. ശിവസംപ്രീതി, ഞാൻ അല്ലാത്ത ഒരാള് അകത്തുണ്ട്, നമ്മൾ കാണാത്ത ഒരാൾ അകത്തുണ്ട്, അതാണ് ശിവൻ. വാ, ഞാൻ അല്ലാത്ത ഒരാൾ. അതിനെ സംപ്രീതി ചെയ്യുന്ന, അതിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു സാധനമായിരിക്കണം ഭക്ഷണം. നാക്കെത്ര നീളമുണ്ട്? അതിനെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്നാൽ എന്താണോ അതാണ് ഭക്ഷണം, അല്ലേ? ഫ്രിഡ്ജിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അതല്ലേ വെക്കുക, അല്ലേ? ആ, അല്ലെങ്കിൽ നാക്കിന് എന്താ പറ്റുക? നാക്കിന് ഇഷ്ടമുള്ളത് എന്താണോ അതാണ് ഭക്ഷണം. അതാണോ നമുക്ക് വേണ്ടത്? അതാണോ വയറിന് വേണ്ടത്? അതാണോ ഈ കിഡ്നിക്ക് വേണ്ടത്? അതാണോ ലിവറിന് വേണ്ടത്? അല്ല, അറിയാം. എന്നിട്ടും ഇത്തിരിയൊക്കെ മുക്കാലല്ലേ പയറൊക്കെ കേടായിട്ടുള്ളൂ, ബാക്കി കാലെടുത്തൂടെ? അല്ലേ? എടുക്കാലോ, എടുത്തൂടെ? കെമിക്കൽസിൽ ഇങ്ങനെ മുക്കി നിവർന്ന് വന്നതാണ് ഗ്രേപ്സ്. എടുത്തൂടെ? കഴിയാൻ പോരെ? മതിയോ? ശിവസംപ്രീത്യൈ, ദൈവത്തിനൊക്കെ നമ്മൾ നല്ല നിവേദിച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ ഉള്ള ആളല്ലേ ഫോർമോസ്റ്റ്. സോ റൂട്ട് കോസ് ഇറാഡിക്കേഷൻ വരുമ്പോൾ നമ്മൾ അവസാനം വരുന്നത് ഈ മിതാഹാരത്തിലാണ്. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ മിതാഹാരത്തിലേക്ക് വരും. ആ മിതാഹാരത്തിന്റെ ശ്ലോകം ചതുർത്ഥാംശ വിവർജിതം. അതിന്റെ തുടക്കം എന്താ? സുസ്നിഗ്ധം മധുരാഹാരം. താങ്ക് യു. ഇപ്പോ കുറച്ച് ബ്രെയിൻ ഫോഗിങ് ആണ് ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. സുസ്നിഗ്ധം മധുരാഹാരം, സ്നിഗ്ധമായിരിക്കണം. ഏത് ഭക്ഷണം ഡ്രൈ ആവാൻ പാടില്ല, ഉണ്ടാവും പാദം കൂടും, അല്ലെ? സുസ്നിഗ്ധം മധുരാഹാരം ചതുർത്ഥാംശ വിവർജിതം. ബാക്കി പറയ ഭുജ്യത്തെ ശിവസംപ്രീത്യൈ മിതാഹാരം ഇത്യുച്യത്തെ. അപ്പൊ ശിവനെ പ്രീതിപ്പെടുത്താനുള്ള ഭക്ഷണം ആയിരിക്കണം കഴിക്കുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന പോലെ മറ്റേ വീട്ടിലേക്കല്ലല്ലോ കൊടുക്കുന്നത്, നമ്മൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് വയറ് കേടാവുന്നില്ലല്ലോ. നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ആ വയറിന്റെ അവിടെ നിന്നു കഴിഞ്ഞു. എന്റെ വയറ് കേടാവുന്നില്ലല്ലോ, വയറിന് പ്രശ്നമില്ലല്ലോ. മന്തി കഴിച്ചപ്പോ എന്താ പ്രശ്നം? വയറ് കേടാവുന്നില്ലല്ലോ, ലൂസ് മോഷൻ വന്നിട്ടില്ല, കോൺസ്റ്റിപ്പേഷനും വന്നിട്ടില്ല. ഭക്ഷണം അതോടെയാണ് ഫുൾ സ്റ്റോപ്പ്. പക്ഷെ ഒരു ഭക്ഷണത്തിന് വാട്ട് യു ആർ ഹിയർ, നിങ്ങളെ ഈ കണ്ണ് തുറന്നും ബുദ്ധി തുറന്നും മനസ്സിലാക്കിയും സന്തോഷത്തോടെ കൂടിയും വേറെ ചിന്തകളൊന്നും ഇല്ലാതെയും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണം. രസരക്തമാംസമേതാസ്തി മജ്ജശുക്രം. നിങ്ങൾക്ക് രക്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രസത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. രസം വന്നത് എവിടെയാ? ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണം എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്നാണ്. നിങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡീസോ, ഫെമിനിസം പറയുന്നില്ല, ഏത് മനസ്സോടെയാണ് ഭക്ഷണം വെച്ചത് അതും കൂടി ആ ഭക്ഷണത്തിൽ പെട്ടു. രസം ഉണ്ടാവുമ്പോ പണ്ടാരടങ്ങാൻ രാവിലെ ഇത്രയും തീർത്തിട്ട് വേണം 8 മണിക്ക് ഞാൻ ഇറങ്ങണമെങ്കിൽ. പ്ലീസ്,
അതൊരു പുതിയ പ്രോജനി ശുക്ര വരെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ എനർജി അത്രയും സട്ടിലാണ്. ഒരു പ്രസാദം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക. ഞാൻ ഈ ഉണ്ടാക്കുന്നത് കഴിക്കുന്നവനെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിക്കാൻ ഇത് സാധിക്കട്ടെ എന്നുള്ളൊരു അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ദീക്ഷാം ദേവി ച പാർവതി മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാശ്ച. അവസാനം എന്താ ആ ലെവലിലേക്ക് എത്തണം ആ ഭക്ഷണം. നമുക്കെന്താ ചീഞ്ഞതായാലും ശരി, പുഴുന്നതായാലും ശരി, പിന്നെ എന്താണേലും കുഴപ്പമില്ല, ഭക്ഷണം തന്നെ. ഓക്കെ, സോ ഇത് നമുക്ക് ഓരോരോ സാധനം ഓരോരോ ഏരിയാസ് അറിഞ്ഞിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പം ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ഏരിയ ആണോ നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത് ആ ഏരിയന്റെ എറേഴ്സ് നന്നാക്കി കഴിഞ്ഞാൽ നിദാന പരിവർത്തനം തന്നെയാണ്. പക്ഷെ ആ ഏരിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി കേസ്, ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസ് ഉണ്ട്. എല്ലാ ഇൻഫെർട്ടിലിറ്റി കേസ് നേരത്തെ പ്രഗ്നൻസി പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസിയിൽ യോഗ കൊടുക്കാറില്ലേ? കൊടുക്കല്ലേ ഡോക്ടർ? എങ്ങനെയാണ് യോഗ പ്രഗ്നൻസിയിൽ കൊടുക്കാറ്? എന്തൊക്കെയാ കൊടുക്കുക? ഇപ്പൊ പ്രഗ്നൻസിക്ക് യോഗ കൊടുക്കാവോ? നമ്മൾ എന്തൊക്കെ അറിയണം ഒരു പ്രഗ്നൻസിയിൽ യോഗ കൊടുക്കുമ്പോൾ? പ്രഗ്നൻസി എന്ന് പറയുന്നത് 9 മാസം നീള കിടക്കുന്നത്, 9 മാസത്തെ കാര്യമാണ്. ഡേ 1 ഈസ് നോട്ട് ഈക്വൽ ടു ദ ഡേ 9th ലാസ്റ്റ് ഡേ. അപ്പൊ എങ്ങനെയാ ഒരു യോഗ കൊടുക്കുക? സോ ഈച്ച് ട്രൈമിസ്റ്റർ ഇസ് ഡിഫറെന്റ്. ഈച്ച് ട്രൈമിസ്റ്റർ ഇസ് ഡിഫറെന്റ്. നമുക്ക് അത്രയും നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ട്രൈമിസ്റ്ററിൽ എന്താ സംഭവിക്കുന്നത്? എവിടെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്? ആദ്യത്തെ ട്രൈമിസ്റ്ററിൽ ശരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത്. ഹോർമോണൽ ചേഞ്ചസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഹോർമോണൽ ചേഞ്ചസ്? എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്? അത് നോക്കുക. ഓക്കെ, ഏത് ദോഷയാണ് ആ സമയത്ത് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? ഏത് എൻസൈം ഓർ ഏത് ഹോർമോൺ ആണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്? ആ ഹോർമോൺ എവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നു? പിറ്റ്യൂട്ടറിക്ക് നല്ലൊരു ആക്ഷൻ ഉണ്ട് അവിടെ. FSH LH അവിടെ നന്നായിട്ട്. പിന്നെ നമ്മൾ വയറ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് വെൽ മാനേജ്ഡ് വിത്തിൻ ദ പെൽവിക് ഗർഡിൽ. അതുകൊണ്ട് നിങ്ങൾ പാദഹസ്താസനം ചെയ്താലോ അല്ലെങ്കിൽ കാലെടുത്ത് തലേന്റെ മേലെ കയറ്റി വെച്ചാലോ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. 100% ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വെരി മച്ച് എൻക്ലോസ്ഡ് ഇൻ ദ പെൽവിക് ഗർഡിൽ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള പ്രശ്നങ്ങളൂടി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? നോസിയ, വോമിറ്റിംഗ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടായിരിക്കാം നോസിയ വരുന്നത്? HCG വേറെ എന്താ? HCG എന്തുകൊണ്ടാണ് അത് കൂടുന്നത്? അവിടെ ഇങ്ങനെ ചെകിഞ്ഞ് പോവുക. അപ്പൊ എവിടെയാ എന്താ കൊടുക്കേണ്ടതെന്നുള്ള അറിയാം. നമ്മളിപ്പോ ഛർദ്ദിക്കണ്ടെന്നുണ്ട് വായിൽ ഒരു ടേപ്പ് വെച്ചതുകൊണ്ട് ട്രീറ്റ്മെന്റ് ആയോ? ഇല്ല. അപ്പൊ ആ HCG എഫക്റ്റ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ FSH LHന്റെ പിന്നെ കണ്ടിന്യൂഷൻ ആണ് അത്. ഇപ്പൊ ഈസ്ട്രജൻ കൂടുന്നതിന്റെയും പ്രൊജസ്ട്രോൺ കൂടുന്നതിന്റെയും എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ തിക്നെസ് കൂടും. ആ തിക്നെസ് കൂടുന്നതിന് ഒപ്പമാണ് ഇത് നന്നായിട്ട് അത് പിടിച്ചു നിൽക്കുന്നത്. ആ തിക്നെസ് കൂടുന്നതും LH FSH ഒക്കെ കൂടുന്നതും ഇതൊക്കെ റിലേറ്റഡ് ആണ്. എല്ലാം ഒരേ ഫാമിലിയാണ്, ഒരുമിച്ച് പോകുന്നതാണ്. ഇതൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ സിംറ്റമാറ്റിക് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ, അതൊരു കാര്യമാണ്. ഓക്കെ, ഇതിന് നല്ല വാദം ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് വാദമാണ്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലതുണ്ട് പ്രാണായാമം. നന്നായിട്ട് മനസ്സിൽ വെക്കണം. പക്ഷെ ആ പ്രാണായാമം വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ആസനം അതിന്റെ മുൻപിൽ ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് ഇസ് വെരി ഗുഡ്. ഏത് സ്ട്രെച്ചിങ് വേണം. അർദ്ധകടി ചക്രാസന കൊടുക്കാം, ഓക്കെ, ത്രികോണാസന കൊടുക്കാം, പാദഹസ്താസന കൊടുക്കാം, ഏതും കൊടുക്കാം കേട്ടോ, ഏതും വേണമെങ്കിൽ കൊടുക്കാം. സോ അങ്ങനെയാണ് നമ്മൾ, അതായത് ഇപ്പൊ ബദ്ധകോണാസനം അല്ലെങ്കിൽ അങ്ങനെ നമുക്കതൊരു ബട്ടർഫ്ലൈസ്. വൈ ഡു യു ഹാവ് ടു ലിമിറ്റ് യുവർ സെൽഫ് വിത്ത് ഓൺലി 2 to 3 ആസനസ്? എനിക്കത് മനസ്സിലാവുന്നില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? ക്വിക്കനിങ് വരുന്നു. ക്വിക്കനിങ് വരുമ്പോൾ നമുക്ക് വയറ് എങ്ങനെ നോക്കിയാലും നമുക്കൊന്നും ചെയ്യണ്ടെന്ന് തോന്നും. ബിക്കോസ് ദർ ഇസ് എ ക്വിക്കനിങ്. ആ ക്വിക്കനിങ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് അറിയാം? അത് ശരിക്കും ഹണിമൂൺ പീരീഡ് ആണ്. ശരിക്കും ഏറ്റവും നല്ലൊരു സുഖമുള്ള ഒരു പീരീഡ് ആണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഛർദിയില്ല, ഈ വലിയ വയറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അസിഡിറ്റി അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് അതിട്ടൊന്നും വരുന്നില്ല. ഇങ്ങനെ ഇടക്കിടക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിടന്ന് ഇങ്ങനെ ഉരുളുന്നൊന്നും അല്ലാതെ. പക്ഷെ ആ ക്വിക്കനിങ്ങിന്റെ സമയത്ത് ആങ്സൈറ്റി കൂടും. അപ്പൊ നമ്മൾ എഗെയിൻ പ്രാണായാമയിൽ ശ്രദ്ധിക്കണം. ഭ്രാമരി കൊടുക്കാൻ തുടങ്ങണം. നാദം എങ്ങനെയാണ് നാദം ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന് വ്യത്യാസം വരുത്തുന്നുള്ള കുറെ സ്റ്റഡീസ് ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കിയേക്കാം. പിന്നെ ഈ കുട്ടിയുടെ വളർച്ച ഏത് സമയത്ത് കുട്ടി ഏത് ലളിത സഹസ്രനാമം ഒക്കെ വായിക്കാറുണ്ട്, അതിലൊക്കെ ഉണ്ട് ഓരോരോ ഭാഗത്ത് പറയുന്നുണ്ട് അത്.
ഓക്കെ, എന്താണ് ബുദ്ധി വളർച്ചയ്ക്ക് കാരണം, സ്ഥിതിക്ക് വേണ്ടിയിട്ടും പിന്നെ സ്റ്റഡിനെസ്സിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ശരിക്കും പ്രഗ്നൻസിയിൽ നമുക്ക് വി ക്യാൻ റിലേറ്റ് ലളിതാ സഹസ്രനാമം ടു പ്രഗ്നൻസി. റിലീജിയൻ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിലില്ല കണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. നല്ല ഭംഗിയിൽ ലളിത സഹസ്രനാമം മനസ്സിലാക്കി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ട്രീറ്റ്മെന്റിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ലളിത സഹസ്രനാമം. അപ്പോൾ ഒരു ചോറും ചെറുപയറും പിന്നെ ഒരു നിവേദിക്കുന്ന ആ ഒരു രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി സ്ഥിരത ഉണ്ടാവുന്നത്. ചക്രാസ് പറയുന്നുണ്ട് മൂലാധാര ചക്രത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, മണിപുരത്തിന് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു കണ്ടീഷൻ, ഇപ്പൊ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് ട്രൈമിസ്റ്റർ അപ്പൊ എന്താണ് നമ്മുടെ എയിം എന്തായിരിക്കണം ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ? പെൽവിക് ഏരിയനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ സ്ട്രെങ്തനിങ് മാത്രമല്ല, അതിന് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് അത് റിലാക്സ് ചെയ്യാനും പറ്റണം, കോൺട്രാക്ട് ചെയ്യാനും പറ്റണം. ആവശ്യമില്ലാതെ അത് 9 മാസം കഴിയാതെ അതിനെ പിന്നെ അത് ഓപ്പൺ ആവാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഈ കെഗൽസ് എഫക്ട് തരുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പൊ കെഗൽസ് എഫക്ട് തരുന്നത് ഏതൊക്കെ? അശ്വിനി മുദ്ര കെഗൽസ് എക്സസൈസ് കെഗൽ എഫക്ട് തരും. എന്താ പറയാ മാർജാരാസന കെഗൽസ് എഫക്ട് തരും. ഓക്കെ, പിന്നെ നമ്മുടെ വക്രാസന ഫുൾ ആയിട്ട് തിരിയണ്ട. ഓക്കെ, അർദ്ധമധ്യേന്ദ്രത്തിന്റെ ഹാഫ് വേ. ഓക്കെ, പക്ഷെ അത് ഫുൾ ആയിട്ട് തിരിയരുത്, അത് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവും. അതിനൊരു മോഡിഫൈഡ് ഫോമിൽ കൊടുക്കുക. അപ്പൊ നമുക്കറിയണം എന്താണ് നമുക്ക് അവിടെ എഫക്ട് വേണ്ടത്. ലൈക് കെഗൽസ് ആണ് നമുക്ക് അവിടെ എഫക്ട് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ ആ പെൽവിക് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഒരു എക്സസൈസ് കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെ ആസനാസ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഹോംവർക്ക് ചെയ്തിരിക്കണം. ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ബുക്ക്ലെറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം പോസിബിൾ ക്ലിനിക്കിൽ വരുന്ന അസുഖങ്ങളെയും അല്ലെങ്കിൽ സിംറ്റംസിനെയും ഒക്കെ എങ്ങനെ യോഗ കൊടുക്കാം, എന്ത് ഏറ്റവും ചെറിയ സാധനം കൊടുത്തിട്ട് നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ളത് നമ്മളൊരു ഹോംവർക്ക് ആദ്യം ചെയ്തിരിക്കണം. കണ്ടോ ഈ ഗിഡിനെസ് ടിനിറ്റസ് ഒരുപാട് പേഷ്യൻസ് വരാറില്ലേ? ഈ മൂളിച്ച തലകറങ്ങ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുന്ന ആൾക്കാർ, ഒരു ടീച്ചറുണ്ട്, ടൈം തലകറങ്ങിക്കൊണ്ട വണ്ടി ഓടിച്ചു പോവുക. നിങ്ങൾ എന്തോ ആയിക്കോ, നാട്ടുകാരെയും കൂടി കൊല്ലണം. സോ അതാണ് പ്രവണത. സോ വട്ട് എവർ ഇറ്റ് ഈസ് ട്രീറ്റ് ഒരു കാര്യം എന്നാ ബസ് പിടിച്ചു പോവുക. സോ ബ്രാഹ്മരി നല്ല എക്സസൈസാ, അവർക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്രാഹ്മരി കൊടുത്ത് ആസനാസ് വേറെ ഉണ്ട്, പക്ഷെ അതല്ലാതെ എന്താണ് ആ ടിനിറ്റസിന് വേണ്ടി എവിടെയൊക്കെയാണ് ആ പ്രശ്നം, എന്ത് കാരണമാണ് ഗിഡിനെസ് ക്യാൻ ബി കോസ്ഡ് ബൈ മെനി റീസൺസ്. സോ ആ ഗിഡിനെസിന്റെ റൂട്ട് കോസിലേക്ക് പോവുക, എന്നിട്ട് എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ബ്രാഹ്മരി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഐ സ്ട്രെയിൻ, ഹെഡ് ഏക്ക് എന്ന് വന്നിട്ട് വരുമ്പം ആ ഹെഡ് ഏക്കിന്റെ മൂല കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് കൊടുക്കുക. വാതഹര എങ്ങനെ കൊടുത്താലും വേദന കുറയും. വാതഹരയായിട്ട് ഏത് യോഗ കൊടുത്താലും ഹെഡ് ഏക്ക് കുറയും. ഈ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ പലതരത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഫങ്ഷണൽ ആയിട്ട്, അതായത് ഒരു ഓർഗനെ നമുക്ക് പിന്നെ ഹെൽത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. സിംറ്റമാറ്റിക് ആയിട്ടും കൊടുക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഒന്ന് എഴുതി വെച്ചേക്കാം. സോ ദാറ്റ് യു വിൽ ഹാവ് എ നോട്ട് ലൈക്ക് വാട്ട് ഡസ് ഗുഡ് ആൻഡ് വാട്ട് ഡസന്റ് അപ്ലൈ എന്നുള്ളത്. അതെന്ന് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ആയിട്ട് യോഗ തെറാപ്പിയുടെ ഒരു ബുക്കും അവൈലബിൾ അല്ല. ഒരു ബുക്കും ഇവിടെ എന്താ പറയാ, നോർത്ത് നിന്നൊക്കെ ഒരുപാട്, കൈബല്യധാമ എന്നൊക്കെ ഒരുപാട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നത്തിങ് ഹോൾസ് ഗുഡ്. സത്യം പറയട്ടെ, നത്തിങ് ഹോൾസ് ഗുഡ്. എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയല്ലേ. ഇതന്നെയാണ് കൺക്ലൂഷൻ ആയിട്ട് ഇതന്നെയാണ് യോഗ തെറാപ്പി ടൂൾസിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ യോഗ തെറാപ്പി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളും കൊണ്ട് ആരും ഇറങ്ങണ്ട. ദാറ്റ് ഡസന്റ് അപ്ലൈ എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം പദ്മാസനയിലിരിക്കുക, എന്താ പറയാ, അതിനിപ്പോ ഒന്നും പറയാനില്ല. മെഡിറ്റേഷനിൽ എന്താണ് ആവശ്യം എന്നുള്ളത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മെഡിറ്റേഷനിൽ ഇരിക്കേണ്ടത് എന്ന് ഭഗവത്ഗീത. അതിൽ ഒരിക്കലും പദ്മാസനത്തിൽ ഇരിക്കാൻ ഭഗവത്ഗീത പറയുന്നില്ല. പറയുന്നത് നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിരിക്കണം, തലയും പിന്നെ ട്രങ്ക് ഓഫ് ദ ബോഡി ഷുഡ് ബി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതേ പറയുന്നുള്ളൂ. അല്ലാതെ കാല് മടക്കി പൊളിച്ച് അങ്ങ് തലയിൽ കയറ്റി വെക്കണം എന്നൊരു പറയുന്നില്ല. പെൽവിക്കുന്ന അങ്ങോട്ട് 90 ഡിഗ്രീസിൽ ഉണ്ടാവണം. സോ ദാറ്റ് പിന്നെ നല്ല നിവർന്ന് അങ്ങോട്ട് എത്ര നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും അത്രയും നിവർന്നിരിക്കണം. എവിടെയും ഒരു ചെറിയൊരു ഇത് കൂടി അപ്പോ ഇത് വ്യത്യാസം വരുന്നു. അപ്പോ
യോഗ തെറാപ്പി ടൂൾസ് നന്നാക്കുക, സെയിം പ്രോട്ടോകോൾ ഡസൻ അപ്ലൈ ടു ഓൾ എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ അങ്ങ് അത് കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ തൈറോയിഡിസത്തിൽ ഇത് കൊടുക്കുക, അങ്ങനെ ഒരു റൂളും എവിടെയില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ ഡിസീസ് കണ്ടീഷൻ ഇൻ ഡീറ്റെയിൽ, കൺസിസ്റ്റന്റ്. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് കൺസിസ്റ്റൻസി. അതായത് സെക്കൻഡ് സാറ്റർഡേ ഇല്ല, സൺഡേ ഇല്ല, ഗവൺമെന്റ് ഹോളിഡേ ഇല്ല, അത്രേ ഉള്ളൂ. പനിയാണെങ്കിലും ശരി, സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ശരി, സൺഡേ ആണെങ്കിലും ശരി, യോഗക്ക് ലീവ് ഇല്ല. ഓക്കെ, യോഗ ഈസ് ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.